ബാർക്കോഴ കേസിൽ മാണിക്കെതിരെ കേസെടുക്കാൻ തിടുക്കം കാണിച്ച സർക്കാർ ബാബുവിന്റെ കാര്യത്തിൽ ഉരുണ്ട് കളിച്ചതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. ബാർക്കോഴ കേസിൽ മാണിക്കെതിരെ നിയമോപദേശം തേടിയ സർക്കാർ പക്ഷേ ബാബുവിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ നിയമോപദേശം തേടാൻ പോലും തയ്യാറാകാതെ റിപ്പോർട്ട് അവസാനിപ്പിക്കുകയായിരുന്നു. കേസ് അവസാനിപ്പിച്ചതിൽ ദുരൂഹത തുടരുകയാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയായിട്ട് പോലും ബാബു തനിക്കെതിരെ ആരോപണമില്ലെന്നും തൻ്റെ പേര് മൊഴിയിലില്ലെന്നും പറഞ്ഞാണ് നടക്കുന്നത്. ബാബുവിൻ്റെ പേര് പറഞ്ഞതായി മൊഴിയുടെ പകർപ്പ് സഹിതം പീപ്പിൾ TV വാർത്തയും നൽകിയിരുന്നു. ലൈസൻസ് ഫീ കുറയ്ക്കുന്നതിന് വേണ്ടി മന്ത്രി ബാബുവിന് 50 ലക്ഷം രൂപ മന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി നൽകിയെന്നാണ് ബിജു രമേശിൻ്റെ മൊഴി. ഇതിന് രാജ്കുമാർ ഉണ്ണിയും തൻ്റെ മാനേജർ രാധാകൃഷ്ണനും ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മുഹമ്മദ് റസീഫും സാക്ഷികളാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. വിഷയം ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ബിജു രമേശ് തന്നെ തത്സമയം ചേരുന്നു. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, KPCC നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ആന്റണി രാജു, ഒപ്പം അഡ്വക്കേറ്റ് ഉദയഭാനു എന്നിവരും ചർച്ചയിൽ ചേരും. ഏറ്റവും ആദ്യം ഡോക്ടർ ബിജു രമേശ്, ഇപ്പോൾ K ബാബു കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞുകൊണ്ടിരുന്നത് താങ്കൾ 164-ൽ K ബാബുവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ്. ബാബുവിന് വേണ്ടി പറയാൻ വരുന്ന കോൺഗ്രസിൻ്റെ വക്താക്കളും ആ നിലപാടാണ് ചില പേജുകൾ ചൂണ്ടിക്കാട്ടിയും ആവർത്തിക്കുന്നത്. അതിലൊരു വ്യക്തത വരുത്താൻ താങ്കൾ ഇതുവരെ വിശദമായ ചർച്ചയിൽ പങ്കെടുത്തതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? 164 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നൽകിയത് മാണി സാറുമാൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസുകാരുടെ ആവശ്യപ്രകാരമാണ്. ഞാൻ കോടതിയിൽ കാര്യം ഞാൻ മൊഴി മാറ്റി പറയാതെ ഇരിക്കുന്നതിന് വേണ്ടി മൊഴി കൺഫേം ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതിയെ കൊണ്ട് തന്നെ എടുപ്പിച്ചത്. ആ സമയത്ത് മാണി സാറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് മാണി സാറിന് മാത്രമല്ല പൈസ കൊടുത്തിട്ടുള്ളത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ 10 കോടി രൂപ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടി ശ്രീ K ബാബുവിന് നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടി ആ സമയത്ത് ആ എമൗണ്ടിൻ്റെ അത് പല സ്ഥലങ്ങളിലായി കൊണ്ടുവന്ന് അദ്ദേഹം പറഞ്ഞ നിർദ്ദേശമനുസരിച്ച് എത്തിച്ചിട്ടുള്ളതെന്നാണ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞത്. ആ ഒരു വിവരം കൂടി അതിനകത്ത് ആ സമയത്ത് ഉൾപ്പെടുത്തണമെന്ന് ഉള്ളത് കൊണ്ട് നടന്നൊരു വലിയൊരു ട്രാൻസാക്ഷൻ അതിനകത്ത് കൂടി പറഞ്ഞു. കാര്യം 25 കോടിയോളം രൂപ പിരിച്ചിട്ടുള്ളതാണ്. പല ഘട്ടങ്ങളായി ഗവൺമെൻറ് വന്നതിന് ശേഷം പലപ്പോഴായി പൈസ പിരിക്കുന്നതാണ്. ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു. ആ 3 വർഷത്തിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കോടതിയിൽ ഒരു അതിൻ്റെ വസ്തുത പറഞ്ഞതാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചതുമില്ല, പറഞ്ഞതുമില്ല. അത് അന്വേഷണ സംഘത്തോട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുകയും ചെയ്തു. അതായത് കോടതിയിൽ ശ്രീ K ബാബുവിനെ കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾ വരാത്തത് കൊണ്ട്, ശ്രീ K മാണിയെ കുറിച്ച് മാത്രമുള്ള ചോദ്യങ്ങളാണ് വന്നത് എന്നതുകൊണ്ട് താങ്കൾ അത് വിശദീകരിച്ചു കൂടുതലായി. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ, അതായത് 161-ൽ താങ്കൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. ഇതാണോ പറയുന്നത്? 161-ൽ പോലും കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. കാര്യം 161-ൽ കാര്യങ്ങൾ ആദ്യ തുടക്കത്തിൽ പറഞ്ഞെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഉദ്യോഗസ്ഥൻ്റെ മട്ടും ഭാവമൊക്കെ അങ്ങ് മാറി. 2 ദിവസം ഇരുന്ന് മൊഴിയിൽ സഹകരിക്കണം, 2 ദിവസം കൂടെ അവിടെ എറണാകുളത്ത് ഞാൻ ക്യാമ്പ് ചെയ്യണം എന്നാവശ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ 1 മണിക്കൂർ കഴിഞ്ഞ് വന്നതോടെ അദ്ദേഹം പറഞ്ഞു ഇനി കൂടുതലൊന്നും പറയാനില്ല എന്ന് എഴുതാൻ പോവുകയാണ്, കൂടുതൽ നിങ്ങളിന്ന് ഡീറ്റെയിൽ ഒന്നും എടുക്കണ്ട എന്ന് എനിക്ക് മുകളിൽ നിർദ്ദേശം വന്നേക്കാണ്. ആരുടെ നിർദ്ദേശം എന്ന് ചോദിച്ചാൽ പറഞ്ഞു DGPയുടെ. ഞാൻ ജേക്കബ് തോമസ്. കാര്യം സെൻട്രൽ സോണ് ജേക്കബ് തോമസ് സാറിൻ്റെ അണ്ടറിലുള്ള സ്ഥലമായതുകൊണ്ട് ജേക്കബ് തോമസിൻ്റെ നിർദ്ദേശമാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അല്ല സാറല്ല, വിൻസൻ പോൾ സാറ് പറഞ്ഞേക്കാണ് നിങ്ങൾ കൂടുതൽ എടുക്കേണ്ട, മാണി സാറിൻ്റെ 164-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം അവിടെ ചോദിച്ചാൽ മതിയെന്ന്. ഞാൻ മാണി സാറിൻ്റെ 160 മൊഴി കൊടുക്കാനല്ല ചെന്നിരിക്കുന്ന, K ബാബുമായി ബന്ധപ്പെട്ട മൊഴികൾ കൊടുക്കാനാണ് ചെന്നിരിക്കുന്നത്. പിന്നെ അദ്ദേഹം വളരെ ഇതായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ എഴുതാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാർ ഞാൻ സഹകരിക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിത് ഒപ്പിട്ടിട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഇത് വ്യക്തമായി ഞാൻ പൈസ കൊണ്ടുപോയി കൊടുത്ത കാര്യം കൂടി സാർ രേഖപ്പെടുത്തിയില്ല. അപ്പോൾ എൻ്റെ അതുവരെ എൻ്റെ മനസ്സിനകത്ത് ഞാൻ കൊണ്ടുപോയി കൊടുത്ത കാര്യം പറയണമോ വേണ്ടേന്നുണ്ടായിരുന്നു. ഇത്രയും ആയപ്പം വിചാരിച്ചു ഞാൻ ഇതിൻ്റെ പേരിൽ ഒരു സത്യം പറയുന്നതിൻ്റെ പേരിൽ എനിക്കും കൂടി ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ഒരു അഡ്വക്കേറ്റുമാരോട് ചോദിച്ചില്ല. ഞാൻ കൊണ്ടുപോയി അസോസിയേഷനിൽ പൈസ കൊണ്ടുപോയി കൊടുത്ത ഞാനാണ്. അതിൽ 50 ലക്ഷം രൂപ ഞാനാണ് കൊണ്ടുപോയി കൊടുത്തത്. അതുകൂടെ സാർ അതിനകത്ത് എഴുതണമെന്ന് പറഞ്ഞു. അത് ആ സമയത്ത് എനിക്ക് എഴുതണമെന്ന് ആ സമയത്ത് ഒരു പറയണം, അതും കൂടി സത്യം പുറത്ത് പറയണമെന്ന് തോന്നിയ. അതുവരെ എനിക്കൊരു ഉൾഭയം ഉണ്ടായിരുന്നു, എന്നെയും കൂടെ പ്രതിയാക്കി കേസെടുത്തത്. പക്ഷേ അങ്ങനെ ഒരു കുറ്റവാളികൾ രക്ഷപ്പെടുന്നതിൽ നിന്നും ഞാനും കൂടി പോകേണ്ടി വന്നാൽ, ഞാനും കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ,
കാര്യം ഞാൻ കൊണ്ടുപോയി കൊടുത്ത കുറ്റകരമാണ്. അതുകൊണ്ടാണ് ഞാനത് പറയണോ വേണ്ടോ എന്ന് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ വക്കീലന്മാർ ചോദിച്ചു അത് പറയേണ്ടിയിരുന്നോ എന്ന് എന്നോട് ചോദിച്ചു. പക്ഷേ എനിക്ക് എന്തോ അപ്പം അങ്ങ് സത്യം പറയണമെന്ന് തോന്നി. ഞാൻ ആ സത്യം തുറന്നു പറഞ്ഞു. ഡോക്ടർ ബിജു രമേശ്, ഇത് താങ്കൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായും കാര്യങ്ങൾ ഇതാണെന്ന് ഇപ്പോഴൊക്കെയാണ് അത് വ്യക്തമായി വരുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ താങ്കൾ ഇങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഇത് ഇങ്ങനെ പറയുമ്പോൾ, ഇത് അന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കൃത്യമായി താങ്കളുടെ പേരിൽ താങ്കളോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറിയതെന്ന് പിന്നീട് താങ്കൾ പറയുമ്പോൾ, അത് താങ്കൾ ആ സമയത്ത് പറയാതിരുന്നു എങ്കിൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഞാനത് പറഞ്ഞ് ഇത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അത് കഴിഞ്ഞ് രാധാകൃഷ്ണൻ്റെ മൊഴി എടുത്തപ്പോൾ രാധാകൃഷ്ണൻ വളരെ മോശമായ രീതി ചെയ്ത രാധാകൃഷ്ണൻ മറ്റേ അവിടെ കയറിപ്പോകുന്ന വഴിയിലെ സ്റ്റെയർ കേസിൻ്റെ കളർ എന്താണ്, പടിയിൽ കാർപ്പറ്റാണോ അല്ലെ പടിയിൽ ഗ്രാനൈറ്റ് ആണോ, എന്താണ് ആ സെക്രട്ടറിൻ്റെ സ്റ്റെയർ കേസ് അല്ലെ തടിയിലുള്ള പടിയാണോ, മുറിയിലെ കർട്ടൻ്റെ കളർ എന്താണ്, നിങ്ങളെ കൂടെ വന്ന ആൾ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ കളർ എന്താണ്, സുരേഷ് ഭായി ഇട്ടിരുന്ന അന്നത്തെ ഇട്ടിരുന്ന ഉടുപ്പിൻ്റെ കളർ എന്താണ്, നിങ്ങളെന്ത് കളറാണ് അന്ന് ധരിച്ചിരുന്നത്. വളരെ ഈ കേസുമായി ബന്ധമില്ല ഒരാളിനെ കൺഫ്യൂസ് ചെയ്യുന്ന ഇത് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തനിക്ക് പൈസ കൊടുത്ത് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയൊന്നും തനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ചോദിച്ചു. വളരെ മോശമായ ഭാഷകളിലാണ് ഈ പറയപ്പെടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിച്ചത്. അതിനെ ഇതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് വന്ന് ഈ കാര്യം പറയുകയും ഞാൻ DGPക്ക് എന്നോട് കാണിച്ചതും എന്നോട് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന വസ്തുതയും ഇതും കാണിച്ചുകൊണ്ട് ഞാൻ വിൻസെൻ്റ് പോൾ സാറിന് കത്ത് നൽകി. അത് ഡയറക്റ്റായിട്ടും കൊടുത്തയച്ചു, സ്പീഡ് പോസ്റ്റിലും അയച്ചു. അതിന് യാതൊരു തിരിച്ച് നമ്മൾ കത്തിന് അതായത് കേസന്വേഷണത്തിൽ ഇത്തരത്തിൽ താങ്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, താങ്കൾ പറയുന്നതൊന്നും രേഖപ്പെടുത്തുന്നില്ല എന്ന് DGP വിജിലൻസ് ഡയറക്ടറായിരുന്ന ശ്രീ വിൻസെൻ്റ് പോളിന് താങ്കൾ കത്തയച്ചു, താങ്കൾ ഇത് അദ്ദേഹത്തെ അറിയിച്ചു, ഇതാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും കത്തയച്ചു. അതിൻ്റെ കോപ്പി ഞാനിവിടെ ഹാജരാക്കാം. ഞാൻ ഈ കത്തയച്ചായിരുന്നു. അതിന് യാതൊരു മറുപടിയോ അതിനെ നമ്മളുമായിട്ട് വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ രാധാകൃഷ്ണ മൊഴി വളരെയേറെ രാധാകൃഷ്ണൻ റിട്ടേൺ ചെയ്യുകയും വളരെ മോശമായ ഭാഷകളൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് പറയുന്നു. അപ്പം വിരട്ടി ഒരു മുറി കയറി മുറി അടച്ചിട്ട് ഇട്ടിട്ട് വിരട്ടുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞ് മൊഴികൾ കംപ്ലീറ്റ് കോൺട്രഡിക്ഷൻ ആക്കുകയായിരുന്നു ഉദ്ദേശം. എന്നിട്ട് ഒപ്പിട്ടിട്ട് പോകാൻ പറഞ്ഞു. മൊഴി പോലും ഇതില്ല, എന്താ എഴുതിയെന്ന് അവർക്കറിയില്ല. ഒപ്പിടാൻ പറഞ്ഞു, അവർ ഒപ്പിട്ടിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്ക്, അത് ഒരൊറ്റ ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്ക് മുറിയടച്ചിരുന്ന് വിജിലൻസിൽ മൊഴിയെടുക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണ ശ്രീ KM മാണി സാറിൻ്റെ മൊഴിയെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ ആയാലും ഒരു 5-6 ഓഫീസർമാർ ഒരുമിച്ചിരുന്നാണ്, DYSPയും CAമാരും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് മൊഴിയെടുക്കുന്നത്. മാണി സാർ അത് കഴിഞ്ഞിട്ട് സുകേഷിൻ്റെ അവിടെ ചെന്നപ്പോഴും അതിൻ്റെ എണ്ണം കൂടി 10-12 പേര് ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുന്ന ഒരാൾ, ചോദിക്കുന്ന ഒരാൾ. അപ്പോൾ വളരെ ഒരു ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷനാണ്. ഇവിടെ ഒരൊറ്റ മനുഷ്യൻ മുറി കയറി കഴിയുമ്പോൾ തന്നെ മുറി പൂട്ടും. മുറി പൂട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്തൊരു ഭീതി വരും. നമ്മൾ മുറിക്കകത്ത് ഒരു മുറിയിൽ ഒരാൾ അടച്ച് ലോക്ക് ചെയ്ത് അതിട്ട് അവിടെ ഇരിക്കുമെന്ന് പറയും. നമ്മളടുത്ത് പിന്നെ ഈ സാധാരണ രീതിയിലല്ല, ഒരു പ്രതിയോട് സംസാരിക്കുന്ന ഒരു കുറ്റവാളി വന്നിരുന്നാൽ മുഖഭാവം വളരെ ഗൗരവത്തിലേക്ക് മാറും. ഡോക്ടർ ബിജു രമേശ്, അതായത് താങ്കൾ ശ്രീ വിൻസെൻ്റ് പോളിന് കൊടുത്ത കത്തിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ എൻ്റെ കൈവശം ലഭിച്ചിരിക്കുന്നത്. ഇത് 14/5/2015 ഡോക്ടർ ബിജു രമേശ് ഒപ്പിട്ട് ശ്രീ വിൻസെൻ്റ് പോൾ ഡയറക്ടർ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ തിരുവനന്തപുരത്തിന് നൽകിയ കത്താണ്. ഇതിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിജിലൻസ് തലപ്പത്ത് സത്യസന്ധതയ്ക്ക് പേര് കേട്ട ഡയറക്ടർ ശ്രീ വിൻസെൻ്റ് പോളും അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് തോമസും ഇരിക്കുമ്പോൾ നിങ്ങളുടെ സത്യസന്ധതയ്ക്കും സൽപ്പേരിനും കളങ്കം വരുത്താതെ സത്യസന്ധമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ പാരഗ്രാഫിൽ DYSP ശ്രീ രമേശ് എന്നെ മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്താനോ അത് ചോദിച്ചു മനസ്സിലാക്കി രേഖപ്പെടുത്തുന്നതിനോ ശ്രമിച്ചില്ല എന്ന കുറ്റപ്പെടുത്തലാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ ആനത്തലവട്ടം, ഇതാണ് ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചതെന്ന് 14/5 തന്നെ വിജിലൻസ് DGP വിൻസെൻ്റ് പോളിന് നൽകിയ കത്തിൻ്റെ കോപ്പിയാണ് താങ്കൾ. ഞാനിപ്പോൾ വേണമെങ്കിൽ താങ്കളെയും കാണിക്കാം. ഡോക്ടർ ബിജു രമേശ് നമ്മുടെ മുമ്പാകെ തന്നിരിക്കുന്നത് ഇതെന്താണ്? ഈ അന്വേഷണത്തെക്കുറിച്ച് 2 നീതി എന്ന ശ്രീ KM മാണിയുടെ ആ ഒരു സിദ്ധാന്തം ശരിയാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത്ര ലഘൂകരിക്കാൻ പറ്റുന്നത് കൂടിയാണോ കാര്യങ്ങൾ? ഇതെല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നാണ് ശ്രീ ഉമ്മൻചാണ്ടി ആവർത്തിച്ച് പറയാറുള്ളത്. പക്ഷേ നിയമം ഉമ്മൻചാണ്ടിയുടെ വഴിക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ കാണിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വാധീനിക്കുകയില്ല, അത് ആഭ്യന്തരമന്ത്രിയും പറയാറുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടാറില്ല, അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെടാറില്ല എന്ന് പറയുന്നെങ്കിൽ പോലും വിജിലൻസ് ഡയറക്ടറായ ശ്രീ വിൻസെൻ്റ് പോൾ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ചൊരു ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ
അവരുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, മുഖ്യമന്ത്രി തന്നെ എന്നെ വിളിച്ചിരുന്നു. കേസ് വേഗം തീർക്കണം, സഭാ സമ്മേളനം ചേരുന്നതിന് മുമ്പ് തീർക്കണമെന്നാവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ വേറെ ചില കാര്യങ്ങളുമൊക്കെ പറയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടന്ന വേറെ ഒരു കള്ളനോട്ട് കേസിലെ റോക്കറ്റിനെ പ്രതികളെ പിടിച്ചപ്പോൾ അവരെ അത് കേസിൽ പെടുത്താതിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അത് കേസ് ചാർജ് ചെയ്ത് പോയതുകൊണ്ട് അത് സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം തെളിയിക്കുന്നത് പരസ്യമായി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഗവൺമെൻറ് ആൾക്കാരും ഒക്കെ പറയാറുണ്ട്, ഞങ്ങൾ ഒരു കേസിലും ഇടപെടാറില്ല, നിയമത്തിന് വഴിക്ക് പോകട്ടെ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പരസ്യ പ്രസ്താവന നടത്തുകയും എന്നാൽ രഹസ്യമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൂടി അവരെത്ര സത്യസന്ധന്മാരായാലും നിഷ്പക്ഷമതികളായാലും ശരി അവർക്ക് തലവേദന ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടന്നുവെന്നാണ് ഇപ്പോൾ ശ്രീ രമേശിൻ്റെ ഈ കത്തിലൂടെയും ഇപ്പം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിലൂടെയും അതുപോലെ തന്നെ വിൻസെൻ്റ് പോൾ തന്നെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിലൂടെയും മനസ്സിലാക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് വന്ന് ഇവിടുത്തെ മലയാള പത്രങ്ങൾ വന്ന് എടുത്ത് പ്രസിദ്ധീകരിച്ചു. ആ പ്രസിദ്ധീകരിച്ചതിനെക്കുറിച്ച് ഞാനങ്ങനെ ഒരു അഭിമുഖം നടത്തിയിട്ടില്ല എന്ന് വിജിലൻസ് ഡയറക്ടർ ശ്രീ വിൻസെൻ്റ് പോൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെട്ട് സംസാരിച്ച കാര്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഇടപെട്ടിട്ടില്ല, എൻ്റെ ഓഫീസ് ഇടപെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും നിഷേധിച്ചിട്ടില്ല. അപ്പം ജനങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? തീർച്ചയായിട്ടും. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇതാ മന്ത്രി ശ്രീ കെ ബാബുവിനെതിരായി ഉള്ള ആരോപണത്തിൽ കേസ് അന്വേഷണം കൃത്യമായി അല്ല നടക്കുന്നത് എന്ന് KM മാണി സാറിന്റെ പാർട്ടി തന്നെ പറയുന്നുണ്ട്. ശ്രീ PJ ജോസഫ് ഇരട്ട നീതിയെക്കുറിച്ച് പറഞ്ഞു. ഇതാ ഇപ്പോൾ ഡോക്ടർ ബിജു രമേശ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്, എൻ്റെ അടുത്ത് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തിയില്ല. ശ്രീ രമേശൻ, അതായത് വിജിലൻസ് DYSP എന്നോട് മോശമായി പെരുമാറി, അത് വിജിലൻസ് ഡയറക്ടർ വിൻസെൻ്റ് പോളിനെ അറിയിച്ച കത്തിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ ഇവിടെ പുറത്തുവിട്ടത്. താങ്കൾ എന്ത് പറയുന്നു? ഡോക്ടർ ബിജു രമേശ് 4-5 നാളുകൾക്ക് മുമ്പ് നമ്മുടെ കൈരളി TV തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്, അതിനുള്ള ഒരുക്കത്തിലാണ്. അതുകൊണ്ട് ഈ കേസ് പൂർണ്ണമായും കൂടുതലൊരു അന്വേഷണത്തിന് വേണ്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് എന്ന് ശ്രീ ബിജു രമേശ് ഇന്നാൾ 2-4 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കൈരളി ചാനലിനോട് തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന് അതിന് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിലൊരു പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ച് PM സുരേഷ് ബാബു അദ്ദേഹത്തിന്റെ നിയമപരമായ അവകാശങ്ങൾ വിനിയോഗിക്കാനുള്ള അവകാശത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല നമ്മൾ നടത്തുന്നത്. ഇത് കൃത്യമായി അദ്ദേഹത്തെ ഇവിടുത്തെ നിയമ സംവിധാനത്തെ സഹായിക്കേണ്ട അധികാരികൾ ഏത് രീതിയിലാണ് അതിനെ അനുവദിക്കാതിരിക്കുന്നത്, അത് തടസ്സപ്പെടുത്തുന്നത്, അത് വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടവർ നടത്താതിരിക്കുന്നതിൻ്റെയും വളച്ചൊടിക്കുന്നതിൻ്റെയും സൂചനകളാണ് നൽകുന്നത്. അതിനെക്കുറിച്ചുള്ള പരാതി നൽകിയിട്ടും വേണ്ടപ്പെട്ടവർ ചെയ്യുന്നില്ലെങ്കിൽ, ഇത് വിജിലൻസ് ഡയറക്ടർ വിൻസെൻ്റ് പോൾ നടപടി എടുക്കുന്നില്ലെങ്കിൽ, അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, വിൻസെൻ്റ് പോൾ തന്നെ പറഞ്ഞതുപോലെ സമ്മർദ്ദം കൊണ്ടാണോ, അത് അന്വേഷിക്കണ്ടേ? അതാണോ ബാബുവിൻ്റെ പേരിൽ വേറൊരു തരത്തിലുള്ള നിയമ ഉപദേശത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് കാരണം? ഞാനൊന്ന് പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഡോക്ടർ ലാൽ ഇടയ്ക്ക് ഇനിയും ഇടപെടുകയില്ലെങ്കിൽ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ ഈ മാധ്യമ ചർച്ചകളിലൂടെ എനിക്കിതിൻ്റെ ഇതേക്കുറിച്ചൊക്കെ ബോധ്യമുണ്ടല്ലോ, എന്തായിരിക്കും അതിൻ്റെ ഓറിയൻറ്റേഷൻ, എവിടത്തേക്കാണ് ഡയറക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാമല്ലോ. അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാനൊന്ന് പറയട്ടെ, ഇത് അദ്ദേഹം കേസ് ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ആ കേസിൽ നമുക്ക് ഞാൻ ഒന്ന് സംശയം ചോദിച്ചോട്ടെ, ഇതിന്റെ ഓറിയന്റേഷൻ എവിടെ നിന്നാണ്, ഇതിന്റെ ഡയറക്ഷൻ എവിടെ നിന്നാണ്? എല്ലാ മാധ്യമങ്ങളെയും കൃത്യമായി ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ എവിടെ നിന്നാണ് നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങ് സൂചിപ്പിച്ചത് കൊണ്ടാണ്, ദയവായി എന്നോട് ക്ഷമിക്കുക, അങ്ങയോട് ഒട്ടും ദേഷ്യപ്പെട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഞാനല്ല, ഡോക്ടർ ലാലിന്റെ മാത്രം ഓറിയന്റേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഡോക്ടർ ലാലിന്റെ മാത്രം ഓറിയന്റേഷൻ, വേറെ ഒരു മാധ്യമത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞില്ല. ഞാൻ ഡോക്ടർ ലാലിന്റെ ഓറിയന്റേഷൻ ഏതായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ളൊരു നേരിയ വിവേകമെങ്കിലും എനിക്കുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാ അവകാശവും അങ്ങേക്ക് തന്നതുകൊണ്ട് തന്നെ അങ്ങേക്ക് തുടരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ കേസ് ഫയൽ ചെയ്യും, ഡോക്ടർ രമേശ് ഈ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് മുഴുവൻ കാര്യങ്ങളും ഉണ്ടാവും.
അദ്ദേഹം വിൻസെന്റൻ പോളിന് കൊടുത്ത കത്തിനെ കുറിച്ച്, അദ്ദേഹത്തിനോട് അപമര്യാദയായി പെരുമാറിയ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച്, കേസിന്റെ പ്രസക്തമെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെയും കേസിൽ അപ്രസക്തമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചതിനെക്കുറിച്ചും അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പരാതിയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഉണ്ടാവണം. അതായിരിക്കുമല്ലോ ഒരു പരാതി. ഒരു അഭിഭാഷകനിലൂടെ ആയിരിക്കും ആ പരാതികളൊക്കെ തയ്യാറാക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത്തരമൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഡോക്ടർ ബിജു രമേശ് അങ്ങനെ ചെയ്യട്ടെ. പക്ഷേ ഇതെന്താണ് പി.ജെ. ജോസഫിനും കെ എം മാണിക്കുമെന്നും മനസ്സിലാകാത്തത്? അവർ പറയുന്ന ഇരട്ട നീതി എവിടെയാണ്? കെ എം മാണിയുടെ കാര്യത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ, ശ്രീ കെ ബാബുവിന്റെ കാര്യത്തിൽ പ്രിലിമിനറി എൻക്വയറി, അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതിരുന്നിട്ടും ഇത് എന്തുകൊണ്ടാണ് പി.ജെ. ജോസഫിനും മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ കെ എം മാണിക്ക് മനസ്സിലാകാത്തത്? അതും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഓറിയന്റേഷൻ കൊണ്ടാണോ ശ്രീ PM സുരേഷ് ബാബു? കേരള കോൺഗ്രസിന് മറുപടി പറയാൻ ഞാനില്ല. കേരള കോൺഗ്രസുമായി തർക്കത്തിലേക്ക് പോകരുത്, കേരള കോൺഗ്രസിന്റെ ആളുകളുടെ പ്രതികരണങ്ങൾക്ക് മറുപടി പറയരുത് എന്ന് പാർട്ടി തീരുമാനമുണ്ട്, പാർട്ടി നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് അത് UDFന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. UDF അത് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു ശ്രമം നടത്താം. മാധ്യമ ചർച്ചകളിലേക്ക് കേരള കോൺഗ്രസുമായി ഒരു വഴക്കിന് കോൺഗ്രസ് പാർട്ടി ഇല്ല. എന്തായാലും അങ്ങനെ ഇടപെട്ടാൽ അത് വഴക്കായി മാറും. ആ നിലയ്ക്ക് ശ്രീ PM സുരേഷ് ബാബുവിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്. അതായത് ഓറിയന്റേഷൻ എനിക്കല്ല, ശ്രീ PM സുരേഷ് ബാബുവിനാണ് ഈ ഘട്ടത്തിൽ എന്നാണ് അങ്ങ് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ ആന്റണി രാജു, എന്തുകൊണ്ട് ഇരട്ട നീതി എന്ന നിങ്ങളുടെ സംശയം ബലപ്പെടുകയാണോ ഈ ഘട്ടത്തിൽ? ശ്രീ ആന്റണി രാജുവിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ ബിജു രമേശ്, താങ്കൾ കോടതിയിൽ പോയി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുക, അവിടെ ചെല്ലുമ്പോൾ നീതി താങ്കൾക്ക് കിട്ടും. ഇതാണ് ശ്രീ PM സുരേഷ് ബാബു ഇപ്പോൾ താങ്കളെ ഉപദേശിക്കുന്നത്. താങ്കൾ അതിനാണോ തയ്യാറെടുക്കുന്നത്? ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ കോടതിയിൽ പറയുക? ഈ കേസിൻ്റെ അന്വേഷണത്തിൽ KM മാണി സാറിൻ്റെയും കെ ബാബുവിൻ്റെയും പേരിലുള്ള അന്വേഷണത്തിൽ എന്ത് വ്യത്യാസമുണ്ട് എന്നാണ് താങ്കൾ കോടതിയിൽ പറയാൻ പോകുന്നത്? ഡോക്ടർ ബിജു രമേശ്. ഇപ്പോൾ വിവരാവകാശം നിയമം അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനൊരു പരിശോധന, ഈ പ്രൈമറി എൻക്വയറി എന്ന് പറഞ്ഞൊരു സംഭവം വിജിലൻസിലില്ല എന്നാണ് വിവരാവകാശ നിയമം അനുസരിച്ച് തന്നിരിക്കുന്നതിൻ്റെ പകർപ്പ്, അതിൻ്റെ കോപ്പി. അപ്പോൾ പിന്നെ അതുമല്ല 1997 ഏപ്രിൽ 5-ാം തീയതിയുള്ള ഗവൺമെൻറ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിരിക്കുന്ന ഗവൺമെൻറ് ജിയോയിൽ തന്നെ പ്രിലിമിനറി എൻക്വയറി എന്നുള്ള സാധനം എടുത്തു കളയാണ്. ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റാണോ? കേരള ഗവൺമെൻറ്. അപ്പോൾ ഇത് രണ്ടും ഉള്ള സ്ഥിതിക്ക് പിന്നെ ഇത് രണ്ടും ഇല്ലാത്ത, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യമാണോ അതോ എനിക്ക് എൻ്റെ സംശയം കൊണ്ടാണ്? അതിൽ ആദ്യമായിട്ട് പറയുന്നത് അതൊന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം, എനിക്ക് മനസ്സിലായില്ല. പ്രിലിമിനറി എൻക്വയറി ഇല്ല എന്നുള്ളൊരു എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡറിൻ്റെ കോപ്പിയാണ്. ഈ പകർപ്പ് ഞാൻ അങ്ങോട്ട് തരാം, ഇത് വന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഓഫ് ഇൻഫർമേഷനിലേക്ക് ചോദിച്ചപ്പോൾ ഈ പറയപ്പെടുന്ന ഈ പ്രിലിമിനറി കൊടുത്തിരിക്കുന്ന ഇങ്ങനെ പ്രിലിമിനറി എൻക്വയറി എന്ന് പറഞ്ഞൊരു വേറെ 5 ടേബിളിലുള്ള പരിശോധനകൾ പറയുന്ന ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതിനകത്തും ഈ പ്രിലിമിനറി എൻക്വയറി എന്ന് പറഞ്ഞ സംഭവം അവർക്കിപ്പോൾ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം ഇല്ല എന്ന്. ഇല്ലാത്ത അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എങ്ങനെ തരുമെന്നാണ് അവരുടെ ചോദ്യം. ഇതാണ് താങ്കൾ കോടതിയിലേക്ക് പറയുന്ന ആദ്യ കാര്യം. അപ്പോൾ ഇങ്ങനൊരു അന്വേഷണം നിയമപ്രകാരമായി ഇത് ഈ ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് അവരുടെ മാനുവൽ പ്രിലിമിനറി എൻക്വയറി ഉണ്ടെന്ന് പണ്ട് 97 എടുത്തു കളഞ്ഞു. പിന്നെ എടുത്തു കളഞ്ഞ എൻക്വയറി എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അതുകൊണ്ടാണ് ക്വിക്ക് വെരിഫിക്കേഷൻ എന്നുള്ള പുതിയ പേരിൽ അത് നടത്തുന്നത്. അപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷന് പകരം പഴയ പ്രിലിമിനറി എൻക്വയറിയിലേക്ക് എന്താ അടിസ്ഥാനത്തിൽ പോയി? നമ്മുടെ ഇപ്പോഴത്തെ വിജിലൻസ് മാനുവലിൽ അതില്ലാത്ത കാര്യത്തിലേക്കാണ് പോയിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഞാൻ ആ ഉത്തരവ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഇപ്പോൾ അല്പസമയത്തിനകം പരിശോധിക്കാം. പക്ഷേ സർക്കാരിൻ്റെ ഒരു ഉത്തരവാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. പ്രിലിമിനറി എൻക്വയറി നടത്തിയിരിക്കുകയാണല്ലോ, ഇപ്പോൾ അത് ന്യായീകരിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു എൻക്വയറി തന്നെ ഇല്ല എന്ന് സർക്കാർ ഉത്തരവുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ഉത്തരവിൻ്റെ അതിലംഘിച്ചുകൊണ്ട് ആ അന്വേഷണം നടത്തി കേസ് ക്ലോസ് ചെയ്യുന്നത്? ശ്രീ സുരേഷ് ബാബു, പ്രിലിമിനറി എൻക്വയറി എന്ന പദപ്രയോഗം നോമൻക്ലേച്ചർ ഉണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഞാൻ ആ വഴിയിലൂടെ പിന്നെ ഇപ്പോൾ അതിനെക്കുറിച്ചൊരു
അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ അത് ആ നിയമവശം ചേരാനോ കഴിഞ്ഞില്ല. ഡോക്ടർ ബിജു രമേശ് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അത് എടുത്തു കളഞ്ഞു എന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്ക് വരാം. പക്ഷേ സ്വാഭാവികമായും നമ്മൾ മറ്റേ ക്രിമിനൽ കേസുകളിലെ IPC ഒഫൻസസ് വരുമ്പോൾ ഉണ്ടാകുന്നത് പോലെ FIR രജിസ്റ്റർ ചെയ്യുക വിജിലൻസ് കേസിൽ ഇല്ല. വിജിലൻസ് കേസിനകത്ത് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി അത് ഡയറക്ടർ മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും കണ്ട് അത് ഡീറ്റെയിൽഡ് താങ്കൾ ഒരു വക്കീൽ കൂടിയാണല്ലോ, താങ്കൾക്ക് അറിയാവുന്നതാണ് വിജിലൻസ് മാനുവലിൽ പറയുന്ന അന്വേഷണങ്ങളിൽ ഈ പറയുന്ന കാര്യമില്ല, പ്രിലിമിനറി എൻക്വയറി ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് KM മാണി സാറിന്റെ കാര്യത്തിലും അത് നടത്തണ്ടേ? അവിടെ മാത്രം എന്തുകൊണ്ട് QV നടത്തി? ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് ഈ രീതിയിൽ ഒരു അന്വേഷണം നടത്തി? ഇതിപ്പോ KM മാണി സാറിന്റെ കാര്യത്തിൽ പുറത്ത് സുപ്രീം കോടതിയിലുള്ള അഭിഭാഷകരുടെ നിയമോപദേശം തേടി, ഇവിടെ ഒരു നിയമോപദേശവും തേടാതെ എന്തുകൊണ്ട് കേസ് ക്ലോസ് ചെയ്തു? അല്ല, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയാം ഡോക്ടർ ലാൽ, ഞാൻ ഇതിനകത്ത് എനിക്ക് എൻ്റെ നിയമപരമായ പരിജ്ഞാനം വെച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഡോക്ടർ ബിജു രമേശ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ മുഖവിലക്കെടുക്കുകയാണ്. ഞാൻ അതിനെ വിശ്വസിക്കാനൊന്നും തയ്യാറാകുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം സംവിധാനങ്ങൾ ഇതിനകത്ത് വിജിലൻസ് കേസിനകത്തുണ്ട്. അത് നടപ്പാക്കേണ്ടി വരും, അത് നടപ്പിലാക്കണം. ഇനി അഥവാ ഇതിന് ഇല്ലാത്ത വിജിലൻസ് മാനുവലിനകത്തും വിജിലൻസ് സിസ്റ്റത്തിനകത്തും ഈ പ്രിലിമിനറി എൻക്വയറി ഇല്ലാതെയാണ്, ഈ സംവിധാനം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ഒന്ന് നടത്തി അതിനകത്ത് കേസ് ക്ലോസ് ചെയ്തതെങ്കിൽ ആ ക്ലോസ് ചെയ്ത റിപ്പോർട്ട് കോടതി അംഗീകരിക്കില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ അംഗീകരിക്കില്ലെങ്കിൽ കോടതിയിൽ പോയി അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് PM സുരേഷ് ബാബു, സാധാരണ ഒരാളുടെ കാര്യത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം വരുന്നതെങ്കിൽ, അതായത് സാധാരണ ബിജു രമേശിനെ പോലെ അല്ലാത്ത ഒരു സാധാരണക്കാരനാണ് നാട്ടിൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ഇത്രയും കേസ് അന്വേഷണം കഴിഞ്ഞ് ഇല്ലാത്ത കേസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടും തോളിലേറ്റിക്കൊണ്ട് പിന്നെയും ഹൈക്കോടതിയിൽ പോയി അത് തെളിയിക്കാൻ മെനക്കെടുമോ? ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ആളുകളെ? അത് അങ്ങനെയല്ലത്. അത് ഹൈക്കോടതിയിൽ ഡോക്ടർ ബിജു പോയതാണ്. പക്ഷേ അദ്ദേഹത്തിന് കീഴ്ക്കോടതിയിൽ തന്നെ പോയാൽ മതി. നിയമം അതിനാണ് അനുവദിക്കുന്നത്. എന്റെ ചോദ്യം അതാണ്, എന്തിന് കോടതിയിൽ പോകണം? ഇല്ലാത്ത അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണല്ലോ ആ അന്വേഷണമേ ഇല്ല എന്ന് അതിന്റെ കാര്യങ്ങൾ കണ്ടെത്തി ബിജു രമേശിനെ പോലെ ഒരാൾക്ക് വലിയ നിയമോപദേശം കിട്ടുന്നതാണ് കാശിറക്കാനുണ്ട്. സാധാരണക്കാർക്ക് അതില്ലല്ലോ. അവിടെയൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ എങ്ങനെ നീതി കിട്ടും ശ്രീ PM സുരേഷ് ബാബു? ഇല്ലെന്നേ, അങ്ങനെ അത്തരം ഒരു വ്യാകുലതയ്ക്ക് ആവശ്യമില്ല. അത്തരമൊരു വേവലാതി താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ലല്ലോ, അല്ല വിജിലൻസ് കോടതിയിൽ തന്നെ ഈ കാര്യത്തിൽ ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പരാതിക്കാരന് അവിടെ ഇടപെട്ട് സംസാരിക്കാനും അവിടെ ഇടപെട്ട് അതിനെക്കുറിച്ച് നടത്താനും ഒക്കെയുള്ള അവകാശവും അധികാരവും സമയവും അദ്ദേഹം ബിജു രമേശ് എഴുതിയെടുത്തില്ല എന്നിട്ട് പരാതി കൊടുത്തു വിജിലൻസ് ഡയറക്ടർക്ക്. ആ പരാതി പോലും വിൻസെന്റ് പോൾ മുക്കി അദ്ദേഹത്തിന് സമ്മർദ്ദം കൊണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആവർത്തിച്ച് അത് തന്നെ പറഞ്ഞത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? കാര്യം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കൊടുക്കാനിരിക്കുന്ന പരാതിയിൽ ഇതെല്ലാം വരും. ഞാൻ എന്തുകൊണ്ടാണ് ഇതിന്റെ മറ്റു നിയമവശങ്ങളിലേക്ക് എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടല്ല, ഞാനത് ഏത് രൂപത്തിലാണ് ഡിഫെൻഡ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഡബിൾ പ്രോണ്ട്. പറഞ്ഞോളൂ. ഇവിടെ എൻ്റെ സ്നേഹിതൻ സുരേഷ് ബാബു അദ്ദേഹത്തിന് പറയാവുന്നതിൻ്റെ മാക്സിമം നിലയിൽ വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിനപ്പുറം അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. ലാല് ചോദിച്ച ചോദ്യത്തിനാണെങ്കിൽ ഒരു പാവപ്പെട്ടവൻ സാധാരണക്കാരനാണ് ഇതുപോലത്തെ കേസിൽപ്പെട്ടത്, അവൻ്റെ കട്ടപ്പുക എന്ന അവനകത്ത് പോയി കിടക്കേണ്ടി വരും വാദിയായാലും. ഇതാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്ന സമീപനം. നേരത്തെ ബിജു രമേശൻ പറഞ്ഞല്ലോ, ബിജു രമേശനെടുത്ത സമീപനം തന്നെ ഒറ്റയ്ക്കൊരു മുറിയിൽ അകത്ത് പ്രവേശിച്ച് കുറ്റിയിട്ട് ഒരുമാതിരി പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ, അതുപോലെ രണ്ടാമതൊരു സാക്ഷി പറയാനായിട്ട് ചെന്ന ആളോടത്ത് ചോദിക്കുകയാണ് അവിടെ ഇട്ടിരുന്ന ഉടുപ്പിൻ്റെ കളർ ഏത്, അത് പറയാനല്ലോ പോയത്, കാശ് കൊടുക്കാനല്ലേ പോയത്.
കാശ് കൊടുക്കാൻ പോയവൻ അവിടുത്തെ കളർ ടൈൽസിൻ്റെ കളർ നോക്കുക, അല്ലെങ്കിൽ അവിടെ ഷീറ്റ് ഉണ്ടാകുന്ന നോക്കുക, അതൊന്നും അവൻ്റെ ശ്രദ്ധ വരേണ്ട കാര്യമില്ലാത്തതല്ലേ. അതൊക്കെയാണ് ചോദിച്ചതെങ്കിൽ ഈ കേസിൽ ചെന്നവനെ ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റി പറയുക എന്നതാണ് ഇത് പോലീസ് സ്വീകരിച്ചു വരുന്ന ഒരു സമീപനം. അതായത് നേരത്തെ ശ്രീ ആനത്തലവട്ടം സംശയിച്ചതുപോലെ DGPക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബിജു രമേശ് ഇങ്ങനെ ഒരു പരാതി എഴുതി കൊടുത്തിട്ടും ആ കാര്യങ്ങൾ അത് 2015 മെയ് മാസത്തിൽ കൊടുത്ത പരാതിയാണ്. ഇതുവരെ വിൻസെന്റ് പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതാണല്ലോ വിൻസെന്റ് പോൾ ഈ കേസിൻ്റെ വിധി വന്ന വിജിലൻസ് കോടതിയുടെ വിധി വന്നതിന് ശേഷം സ്വയം അവധിയെടുത്ത് പോയി ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ ഈ സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. സമ്മർദ്ദം ഉണ്ടായിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. സമ്മർദ്ദം ഉണ്ടായി എന്ന് അദ്ദേഹം അവധിയെടുത്ത് പോയതിനു ശേഷം തിരിച്ചു വരാതിരിക്കുന്ന ഒരു സ്റ്റേജിൽ അദ്ദേഹം ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പല പ്രാവശ്യം വിളിച്ചു, മുഖ്യമന്ത്രി വിളിച്ചു, ഇടപെട്ടു. അത് മുഖ്യമന്ത്രി നിഷേധിക്കുന്നില്ല, അഭിമുഖം ഞാൻ പറയാത്തതാണെന്ന് വിൻസെൻ്റ് പോളും നിഷേധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന കേസിലെല്ലാം ഇവരിടപെടുകയാണ്, അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ലാൽ ചോദിച്ച മറ്റു ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. അതായത് ശ്രീ KM മാണിക്കെതിരായിട്ട് ഈ പ്രൊസീഡിയർ എല്ലാം എടുത്തിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിശബ്ദമാക്കി ഒരു വക്കീലിനെയും കാണുന്നില്ല, വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസറെ കാണുന്നില്ല, ഇവിടുത്തെ AGയെ കാണുന്നില്ല, സുപ്രീം കോടതിയിലെ വക്കീലന്മാരെ കാണുന്നില്ല. നിയമോപദേശം തേടാൻ ഈ കേസ് തുടരാമോ അതിൽ ഉപേക്ഷിക്കണമോ ഒന്നും നോക്കാതെ ആ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ തന്നെ എഴുതി കൊടുത്തനുസരിച്ച് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നഗ്നമായ രീതിയിലാണ് ഈ പക്ഷപാതപരമായ സമീപനം എടുക്കുക. ഉദയഭാനു കൂടി ചേർന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇപ്പോൾ ഡോക്ടർ ബിജു രമേശ് പറയുന്നത് ബാബുവിനെതിരെ ഉള്ള മൊഴികളെ കുറിച്ച് നടന്ന സംഭവങ്ങളാണ്. താങ്കളും കുറെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. മാണിയുടെ കാര്യത്തിൽ പറഞ്ഞ ബാബുവിന്റെ കാര്യത്തിൽ നടക്കുന്നില്ല. ബാബുവിന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വിജിലൻസ് DYSP അന്വേഷിക്കുന്നില്ല. അതിനെക്കുറിച്ച് എഴുതിയെടുക്കുന്ന പോലുമില്ല. മോശമായി പെരുമാറുന്നു. അതിനെക്കുറിച്ച് വിൻസെന്റ് പോളിന് കൊടുത്ത പരാതി ഇതാ ഇന്ന് പീപ്പിളിന്റെ ചർച്ചയിലാണ് പുറത്തു വരുന്നത്. ഇത് എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ റിപ്പോർട്ട് പ്രിലിമിനറി എൻക്വയറി എന്ന പേരിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് കോടതിയിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ശ്രീ ലാൽ, ഈ വിഷയത്തെ സംബന്ധിച്ച് ശ്രീ ബിജു രമേശ് ഈ മൊഴി കൊടുക്കാനായിട്ട് ചെല്ലുന്നതിന് മുൻപ് ശ്രീ ബിജു രമേശോട് പറഞ്ഞു ഒരു 2 ദിവസമെങ്കിലും എറണാകുളത്ത് നിൽക്കാനായിട്ട് സന്നദ്ധനായി വേണം താങ്കൾ വരാൻ, കാരണം വളരെ വിശദമായി ചോദിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് ബിജു രമേശ് വേണ്ടത്ര തയ്യാറെടുപ്പോടുകൂടി മൊഴി കൊടുക്കാൻ ചെല്ലുന്നത്. രാവിലെ ചെന്ന് ഒരു ഉച്ചയോടുകൂടി തന്നെ ബിജു രമേശോട് പറയുന്നുണ്ട് ഏകദേശം മൊഴിയെടുത്ത് കയ്യാറായി. അപ്പൊ ബിജു പറയുകയും ചെയ്തു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പൂർത്തിയായിട്ടില്ല, പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഉള്ള ആവശ്യങ്ങളൊക്കെ ഉള്ള ഇതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല, നിങ്ങളത് അവസാനിപ്പിച്ചു കൊള്ളണം. അങ്ങനെ ബിജു അന്ന് ഇറങ്ങിയ ഉടനെ തന്നെ, അന്നത്തെ ക്ലിപ്പിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്, അന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ കാര്യങ്ങൾ ഒരു പരാതി രൂപേണ പറയുന്നു. പിറ്റേന്ന് ആലോചിച്ചതിന് ശേഷം ഇത് DGPക്ക് ഒരു പരാതിയായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു. നാളിതുവരെ അതിന് യാതൊരു നടപടിയെടുത്തില്ല. അതെല്ലാം ഇതിന്റെ പിന്നാമ്പുറങ്ങളുടെ കഥകൾ. നമുക്കിത് നിയമവശത്തേക്ക് വരികയാണ് എങ്കിൽ ഇത് സത്യസന്ധമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ആ അന്വേഷണത്തിൽ ശ്രീ ബിജു രമേശ് പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്ത് ഇതിന് നിജസ്ഥിതിയിലേക്ക് പോകുന്നതിനേക്കാളും ഉപരിയായി ഈ ബാബുവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷം ഒരു ചടങ്ങെന്ന നിലയിൽ വഴിപാട് കഴിക്കുന്ന പോലെ മാത്രമാണ് ശ്രീ ബിജു രമേശിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. രേഖപ്പെടുത്തിയ മൊഴി പ്രിലിമിനറി എൻക്വയറി ആണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള എൻക്വയറി ആണോ, നിയമപരമായി നിൽക്കുന്നതാണോ, അതുപോലെ തന്നെ വിജിലൻസിന്റെ ഏതെങ്കിലും സർക്കുലർ പ്രകാരം അംഗീകാരമുള്ളതാണോ എന്നുള്ള നിയമപ്രശ്നങ്ങൾ വേറെ ഗുരുതരമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രാഥമികമായിട്ട് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഒരു ആവലാതിക്കാരൻ എന്ന നിലയിൽ ഈ കാര്യത്തെക്കുറിച്ച് തനിക്കരുള്ള മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്താൻ സന്നദ്ധനായി ചെല്ലുന്ന സമയത്ത് അത് വെളിപ്പെടുത്താനുള്ള അവസരം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ നിഷേധാർത്ഥത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ മതി, ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളിത് ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞു, നിങ്ങളുടെ മൊഴിക്ക് ഇത്രയും വിലയുള്ളൂ എന്ന് പറഞ്ഞ് മടക്കി വിടുക, പിന്തിരിപ്പിച്ചു വിടുക. അതിനുശേഷം ഈ മൊഴിയുടെ പകർപ്പ് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുക. അപ്പൊ നിയമപരമായി മറ്റ് സംരക്ഷണങ്ങൾ കിട്ടേണ്ടതായിട്ടുള്ള വേദികളിൽ സമീപിക്കാനുള്ള സാധ്യതകളെ അടച്ച് ഒതുക്കുക എന്നുള്ള ഒരു സമീപനം കൂടി ഈ കാര്യത്തിൽ ചില അധികാര കേന്ദ്രങ്ങളിൽ വന്നു. അതായത് അഡ്വക്കേറ്റ് ഉദയഭാനു, ഈ പറഞ്ഞ കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ശ്രീ ബാബുവിനെതിരായിട്ട് ബിജു രമേശ് പറഞ്ഞ മൊഴിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ഒന്നേന്ന് കാര്യങ്ങൾ തുടങ്ങണം കോടതിയിൽ. അതാണ് ബിജു രമേശ് ഇനി പറയേണ്ടി വരിക, അതാണ് കോടതി ഇനി നോക്കാൻ പോകുന്നത്. ഇതാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ശ്രീ ബിജു രമേശിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസന്വേഷണം തുടങ്ങേണ്ടത് ഒന്നേ എന്ന് തന്നെയാണ്, സംശയമില്ല. അങ്ങനെ ഒന്നേ എന്ന് തുടങ്ങുമ്പോൾ ശ്രീ ബാബുവിനെതിരെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള 5 പേര് മാത്രമല്ല,
ശ്രീ ബിജു രമേശ് അടക്കമുള്ള 5 പേര് മാത്രമല്ല മറ്റ് പല ആളുകൾ കൂടി ഇതിൽ വെളിപ്പെടുത്താൻ സന്നദ്ധരായിട്ടുള്ള ആളുണ്ട്. അവരിൽ നിന്ന് വളരെ വിശദമായിട്ട് മൊഴിയെടുക്കണം. ആ വിശദമായിട്ട് മൊഴിയെടുക്കുമ്പോൾ ഇപ്രകാരം കാലതാമസം വന്നത് എന്തിനാണ്, ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം ഇതിന്റെ പേരിൽ നടത്തിയിട്ടുള്ളൂ, ആ കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതായത് മൊഴികളിലൂടെ വെളിപ്പെടുത്താൻ സന്നദ്ധരായി നിന്നിട്ടുള്ള ഒരു നല്ല പറ്റം ആളുകളെ മൊഴി കൊടുക്കിപ്പിക്കാതിരിക്കുവാനായിട്ട് ബോധപൂർവം ശ്രമിച്ച ഗവൺമെന്റിന്റെ ശക്തികളുണ്ട്, അന്വേഷണ ഏജൻസികളുടെ പിന്തുണയോടുകൂടി അവരെ കൂടി പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസിന്റെ പഴയ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ പുതിയ സംരംഭങ്ങളുമായിട്ട് ആലോചിച്ച് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഇതില് മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് വെറുതെയല്ല എന്നും അതിന് ശക്തമായ ബേസ് ഉണ്ട് എന്നും അടിത്തറയുണ്ട് എന്നും ആ അടിത്തറയിൽ തെളിവുകളുണ്ട് എന്നും ബോധ്യപ്പെടുത്താൻ ശ്രീ ബിജു രമേശ് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും അങ്ങനെ ഒരു ഒന്നേന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴേക്കും നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല, വിജിലൻസിന്റെ ഡയറക്ടർ സ്ഥാനത്ത് വിൻസൻ പോൾ ഇല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ ജേക്കബ് തോമസ് ഇപ്പോൾ അവിടെ ഇല്ല. ഇനി എന്താണ് അങ്ങനെയാണെങ്കിൽ ഒന്നേന്ന് തുടങ്ങുമ്പോഴും സംഭവിക്കുക എന്നുള്ളത് വീണ്ടും ചർച്ചയാവുകയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഞാനിതാ ഇപ്പോൾ 2 രേഖകൾ ശ്രീ ഡോക്ടർ ബിജു രമേശ് ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവുണ്ട്. അതിൽ പറയുന്നത് ഇത് ഗവൺമെൻറ് ഓർഡർ 18/97 വിജിലൻസ് ഡേറ്റഡ് തിരുവനന്തപുരം 5 ഏപ്രിൽ 1997 ആണ്. The existing practice of conducting preliminary enquiry and detailed enquiry will be dispensed with. There will be only one form of formal enquiry, that is vigilance enquiry. ഇതാണ് ഉത്തരവ്. ഇതിന് ശേഷമാണ് ലളിതകുമാരി കേസ് വരുന്നത്. ഞാൻ എൻ്റെ പശ്ചാത്തലം താങ്കളോട് പറയേണ്ടതില്ല. അവിടെ QV കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. അത് നിലനിൽക്കെയാണ് പബ്ലിക് ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് ബിജു രമേശ് കിട്ടിയിരിക്കുന്ന ഒരു ഉത്തരം, അതായത് നമ്പർ P1/2015/EKM പ്രിലിമിനറി എൻക്വയറി എന്നാണ് PE. അത്തരത്തിൽ ഒരു നമ്പറിലുള്ള കേസിലെ അന്വേഷണ റിപ്പോർട്ടും സാക്ഷികളുടെ മൊഴിയും ഓഫീസ് നോട്ടും ഉൾപ്പെടെയുള്ള ഫയലിൻ്റെ പൂർണ്ണമായ ശരിപ്പകർപ്പ് ലഭ്യമാക്കുക. ഇതാണ് ചോദ്യം. ഉത്തരം ഇതാണ്. താങ്കളുടെ അപേക്ഷയിൽ പ്രതിപാദിച്ചിരിക്കുന്ന P1/2015/EKM നമ്പർ എന്നൊരു അന്വേഷണം ഈ ഓഫീസിൽ ഇല്ല. മിന്നൽ പരിശോധന, രഹസ്യാന്വേഷണം, വിജിലൻസ് അന്വേഷണം, സത്വരാന്വേഷണം, വിജിലൻസ് കേസ് എന്നീ അന്വേഷണങ്ങളാണ് ഈ ബ്യൂറോയുടെ പരിധിയിൽ വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നമ്പറിൽ അന്വേഷണം? അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. ഇതൊന്നും വായിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ ഡോക്ടർ രമേശ് ഇത് പറഞ്ഞപ്പോൾ ഒന്നും ഞാനത് നിഷേധിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇതൊന്നും ഇപ്പം ഇത്രയും സമയം അതിനകത്ത് കളയേണ്ടുന്നൊരു കാര്യമില്ല. അദ്ദേഹം പറഞ്ഞതിനെ മുഖവിലക്ക് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തമമായ വിശ്വാസമെങ്കിൽ ഈ ഫൈനൽ റിപ്പോർട്ട് അന്വേഷണം തുടരന്വേഷണം ആവശ്യമില്ല, കുറ്റം ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ നിലനിൽക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ എന്തിനാണ് ഇതിൽ ഇത്ര ഒരു എഫേർട്ട് ഇതിനകത്ത് എടുക്കേണ്ട കാര്യം? PM സുരേഷ് ബാബു, അവിടെയാണല്ലോ സംശയം. കോടതിയിൽ നിലനിൽക്കില്ല എന്ന് താങ്കൾക്ക് പോലും ബോധ്യമുള്ള ഒരു കാര്യം, 5 സാക്ഷികൾ തന്നെ ഇപ്പൊ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ കേസിൽ ഇത് നിലനിൽക്കാത്ത റിപ്പോർട്ടാണെന്ന് താങ്കളെ പോലെ ഒരു വക്കീലിനെ വിളിച്ച് ചോദിച്ചാൽ മാത്രം മതി. ആ കാര്യം പോലും ചോദിച്ചില്ല. സുപ്രീം കോടതി വക്കീലിനെ വിളിച്ച് ചോദിച്ചു K മാണി സാറിന്റെ കേസിൽ എന്ത് ചെയ്യണം എന്ന്. 2 പേരെ വിളിച്ചു ചോദിച്ചു. അതിനുശേഷമാണ് കേസ് എടുത്തത്. ഇവിടെ ഒന്നും ചോദിക്കാതെ തള്ളി. ശരിയോ തെറ്റോ, ന്യായമുണ്ടോ, ഇരട്ട നീതിയുണ്ടോ? PM സുരേഷ് ബാബു. ഇതിനകത്ത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊറോഗേറ്റീവാണ് ഡോക്ടർ ലാൽ. നിങ്ങൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കുക. PM സുരേഷ് ബാബു, ഇങ്ങനെ നാട്ടിൽ സംശയങ്ങൾ ഉണ്ടാകുന്ന സീസറിന്റെ ഭാര്യയെ സംശയത്തിൽ നിർത്തിക്കൊണ്ട് അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വിജിലൻസ് ഓഫീസിന്റെ പ്രൊറോഗേറ്റീവ് ആണ്. അവർക്ക് തോന്നിയതുപോലെ ആ പ്രൊറോഗേറ്റീവ് വിനിയോഗിക്കാമെന്ന് പറയുമ്പോൾ സീസറിന്റെ ഭാര്യമാർ സംശയത്തിന്റെ നിഴലിലാകുന്നു. അത് തെറ്റല്ലേ? നിങ്ങളുടെ നേതാക്കന്മാരല്ലേ ആശങ്കയിലും സംശയത്തിലും പെടുന്നത്? അത് മാറ്റിയെടുക്കണ്ടേ? അതിൽ ഇടപെടണ്ടേ? അതിനല്ലേ എക്സിക്യൂട്ടീവ്? അല്ല, ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ രാജൻ എന്നെ പറഞ്ഞുവിട്ടാ ഞാൻ എന്താ ചെയ്യുക? ഞങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് പറയണ്ടേ സാർ? എന്തെങ്കിലും ഒന്ന് പറയാൻ നമ്മൾ അനുവദിക്കണ്ടേ? നിങ്ങൾക്ക് യുക്തമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത പരാമർശം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ കയറി ഇടപെട്ട കാര്യങ്ങൾ അങ്ങനെ ഒരു ഭംഗിയിലെത്തില്ലല്ലോ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഉത്തമ ബോധ്യം ഡോക്ടർ ബിജു രമേശിനുള്ള കാര്യങ്ങളിൽ വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് തള്ളണമെന്ന് അദ്ദേഹത്തിന് നേരിട്ട് തന്നെ വിജിലൻസ് കോടതിയിൽ പരാമർശിക്കാം. അത് അങ്ങനെ ഒരു ചർച്ച നടന്നല്ലോ ശ്രീ KM മാണിയുടെ കാര്യത്തിൽ. എന്നിട്ടാണല്ലോ ആ കോടതി പറഞ്ഞത് തുടരന്വേഷണം ആവശ്യമുണ്ട് എന്ന കാര്യം പറഞ്ഞത്. ഇവിടെ അതിലേക്ക് വരാം. അദ്ദേഹം അത് ചെയ്യട്ടെ. ആ ചെയ്യുന്ന സമയത്ത് തുടരന്വേഷണം വേണമോ വേണ്ടയോ, അതല്ലെങ്കിൽ പുതുതായ ഒരു കേസ് ഫയൽ ചെയ്യണമോ, അദ്ദേഹം അതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയൊക്കെ വരട്ടെ. ആ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പോകാം. ഇപ്പൊ ഈ ഇരട്ട നീതിയുടെ പ്രശ്നം പറഞ്ഞ് ഞാൻ ഏതെങ്കിലും ഒരു ഭാഗം ഡിഫെൻഡ് ചെയ്താൽ ആ ഡിഫൻസ് ഞങ്ങൾ കേരള കോൺഗ്രസും നമ്മളും തമ്മിലുള്ള വർത്തമാന ബുദ്ധിമുട്ടുകളിലേക്ക് അടങ്ങുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചവിട്ടിപ്പിടിച്ച് വർത്തമാനം പറയുന്നത്. അങ്ങേക്ക് ചവിട്ടിപ്പിടിച്ച് വർത്താനം പറയേണ്ടി വരുന്നു. അത് അങ്ങേക്ക് യോജിച്ചതല്ല എന്ന് അങ്ങേക്ക് തന്നെ മനസ്സിലായി. അത് അങ്ങയുടെ ആത്മാർത്ഥത കൊണ്ടും സത്യസന്ധത കൊണ്ടും അങ്ങ് പറഞ്ഞു. ആ കാര്യത്തിൽ അങ്ങയുടെ മനസ്സിലുള്ളതല്ല. മനസ്സിലുള്ള കാര്യങ്ങൾ ചവിട്ടി പിടിക്കാതെ പുറത്തു പറയാൻ അങ്ങേക്ക് പറ്റുന്നില്ല. ചവിട്ടി പിടിക്കേണ്ടി വരുന്നു. കാരണം കേരള കോൺഗ്രസിനോട് മറ്റൊരു നീതിയാണ് കാണിച്ചത്. അതല്ല ഇപ്പുറത്ത് നടന്നത്. ഇതാണ് പ്രശ്നം. ഞാൻ അങ്ങ് പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടാണ് ഒരു കമന്റ് പറഞ്ഞത്. അങ്ങനെ എഴുതാപ്പുറം വായിക്കരുത്. അങ്ങനെ എഴുതാപ്പുറം വായിക്കരുത്. ഞങ്ങൾ ഇതിനകത്ത് ഡിഫൻസ് വന്നു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അപ്പുറവും ഇപ്പുറവുമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര റെസ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുന്നത്. ശരി, അത് മുഴുവനായി രേഖപ്പെടുത്തുന്നു. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇതാണ് നമ്മൾ കേട്ട കാര്യങ്ങൾ. ഇതനുസരിച്ചാണ് ഇപ്പോൾ ഈ കേസ് പരിശോധിക്കപ്പെടുന്നത്. ഇപ്പോൾ കേസായിട്ട് തന്നെ ഇല്ലല്ലോ. ബിജു രമേശിന് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പറയാൻ അവിടെ ഒരു കേസ് തന്നെ ഇല്ല. ആ നിലയ്ക്ക് ഇനി പുതിയതായി ഒരു കേസ് ഉണ്ടാക്കേണ്ടി വരുന്നു. ഇത് കോടതിയിൽ ചോദ്യം ചെയ്ത് അക്കാദമികമായി ഇങ്ങനെ നടത്തേണ്ട ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും അല്ല. ഈ നേരിട്ട് കോഗ്നൈസൻസ് എടുക്കുക എന്നാണ് നിയമഭാഷയിൽ പറയുന്നത്. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയിൽ പോലീസിന് അല്ലെങ്കിൽ വിജിലൻസ് സംവിധാനത്തിന് എതിർകക്ഷിക്കെതിരെ നേരിട്ട് കേസെടുക്കാവുന്ന രീതിയിലുള്ള ഫാക്ച്വൽ പൊസിഷൻസ് സബ്മിറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊക്കെ ഒരു കേസ് അനാവരണം ചെയ്യും എന്ന് ഉറപ്പു വന്നാൽ തീർച്ചയായിട്ടും വിജിലൻസ് ആ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള നിയമപരമായ ബാധ്യതയുണ്ട്. ഇവിടെ ചെയ്തത് അപ്രകാരം നിയമപരമായ ബാധ്യത ഏതോ അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അട്ടിമറിക്കുകയും വാദിയായ അല്ലെങ്കിൽ ആവലാതിക്കാരൻ പരാതി പറഞ്ഞയാള് ഇത് പറയാൻ അർഹതയില്ലാത്തയാളാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇതിന് അധാർമികമായിട്ടുള്ള അന്വേഷണ രീതി ഉണ്ടായത്. അതിനുശേഷം ഇതിന്റെ കോപ്പികൾ കൊടുക്കാൻ വൈകുന്നു. തീർച്ചയായിട്ടും ശ്രീ ബിജു രമേശിന് ഒരു മുകളിലുള്ള കോടതിയിലോ അല്ലെങ്കിൽ വിചാരണ കോടതിയിലോ സമീപിക്കുന്നതിനുള്ള കാലതാമസം ബോധപൂർവം വരുത്തി വെക്കുന്ന സംവിധാനമാണ് ഉണ്ടായത്. ശ്രീ ലാല് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ ഒരു ചിത്രമില്ല, ഒരു ചുവരുമില്ല ചിത്രം എഴുതാൻ. ഇനി 1 എന്ന് തുടങ്ങേണ്ടതുണ്ട്. ശ്രീ ബിജു രമേശ് അടുത്ത ദിവസങ്ങളിൽ കേരള ഹൈക്കോടതിയിൽ കൊടുക്കാൻ പോകുന്ന റിട്ട് ഹർജിയിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഇതേ വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെ ശ്രീ ബിജു രമേശ് 164 മൊഴിയിൽ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പിന്നീട് കൊടുത്ത മൊഴിയിൽ ഭാഗികമായിട്ട് വെളിപ്പെടുത്താൻ അവസരം കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ പറയും. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തിനെ നേരിടാനും ആ അന്വേഷണത്തിൽ മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്താനുള്ള ഒരു സമയം പ്രാപ്തമായി കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും. ഡോക്ടർ ബിജു രമേശ്, എന്തായാലും താങ്കൾ വളരെ സൂക്ഷിച്ചാണ് തുടക്കം തൊട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താങ്കൾ തന്നെ അത് പറഞ്ഞതുപോലെ തന്നെയൊക്കെ ആണല്ലോ കാര്യങ്ങൾ വന്നത്. എല്ലാം കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ താങ്കൾ ഇതിനകം തന്നെ എല്ലാം വെച്ചുകെട്ടി പോകേണ്ടി വന്നേനെ. ഇതിപ്പോൾ ഓരോന്നായി താങ്കൾ ശ്രമിക്കുന്നു. താങ്കൾ ഒരുമിച്ച് പറയാൻ ശ്രമിക്കുന്ന ഘട്ടങ്ങളിൽ പോലും അത് പൂർണ്ണമായും എത്തുന്നുമില്ല. അതാണ് സന്ദർഭം. ഇപ്പോൾ ഇതാ പുതുതായി ചുമരില്ലാത്ത സ്ഥിതിക്ക് ചുവരുണ്ടാക്കി ചിത്രം വരയ്ക്കേണ്ട അവസ്ഥയാണെന്ന് അഡ്വക്കേറ്റ് ഉദയഭാനു തന്നെ പറയുമ്പോൾ താങ്കൾ എന്താണ് അടുത്ത ആഴ്ച ചെയ്യാൻ പോകുന്നത്? ഇതിനകത്തൊരു അവ്യക്തത കഴിഞ്ഞ ദിവസങ്ങളിലായി സിദ്ദിഖിനെ പോലുള്ളവർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞതാണ്. അങ്ങ് 164-ൽ ശ്രീ കെ ബാബുവിൻ്റെ പേര് പറഞ്ഞതിനകത്തുള്ള ഒരു അവ്യക്തത, അത് ഇനി അവിടെ എന്തെങ്കിലും തരത്തിൽ അവ്യക്തത ഉണ്ടെങ്കിൽ കൂടി അത് ക്ലിയർ ചെയ്ത് പോകാനുള്ള അവസരമാണല്ലോ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ആ നിലയ്ക്ക് എന്ത് സത്യമാണ് താങ്കൾ പറയാൻ പോകുന്നത് ഈ കേസിൽ? കേസ് നിഷ്പക്ഷമായി അന്വേഷിക്കുകയാണെങ്കിൽ
ഞാൻ മറ്റേ മാണിസാറിൻ്റെ കേസിൽ ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൊണ്ടുപോയി കൊടുത്തു എന്ന് മീറ്റിങ്ങിൽ അവർ വന്നിട്ട് കൊടുത്ത കാര്യങ്ങളും പോയ കാര്യങ്ങളും വന്ന കാര്യങ്ങളും അവർ പറഞ്ഞതിൻ്റെ സംഭാഷണങ്ങളുമാണ് ഞാൻ വിജിലൻസിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഈ 10 കോടിയിലെ സംബന്ധിച്ച് 50 ലക്ഷം രൂപ ഞാൻ തന്നെയാണ് കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ അത് ബാക്കിയുള്ള 9.5 കോടി രൂപ എനിക്ക് തെളിയിക്കാൻ കഴിയില്ലെങ്കിലും 50 ലക്ഷം രൂപ ഞാൻ കൊണ്ടുപോയി കൊടുത്ത കാര്യത്തിന് ഞാൻ തന്നെയാണ് അതിൻ്റെ വിറ്റ്നസ്. ഞാനാണ്, എൻ്റെ കൂടെ തന്നെ വന്ന ഒരു വിറ്റ്നസ്സാണ്. അവരുടെയൊക്കെ മൊഴികൾ സത്യസന്ധമായി രേഖപ്പെടുത്തുക, അല്ല അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് മൊഴി ഒപ്പിടിപ്പിക്കുക എന്ന് പറയുന്നത് അവർ വായിക്കാൻ പോലും പറ്റാതെ ഒപ്പിടിപ്പിച്ചിട്ട് ഇറക്കി വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതായത് 50 ലക്ഷം രൂപ ശ്രീ കെ ബാബുവിന് താങ്കൾ കൊടുത്തു എന്ന കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ അസോസിയേഷൻ എന്നെ കൊണ്ട് ഏൽപ്പിച്ച പൈസയും അതിൽ എൻ്റെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഇട്ടതിന് ശേഷമാണ് ആ ക്യാഷ് കൊണ്ടുപോയി ഏൽപ്പിച്ചത്. 12 ലക്ഷം രൂപ കുറവുണ്ടായിരുന്നു. അത് എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്താണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ആ പൈസ കൊണ്ടുപോയി കൊടുത്ത് അതെൻ്റെ അക്കൗണ്ടിൽ അത് അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എത്ര വർഷം മുമ്പ് ഇരിക്കുന്ന 2013 ലുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ എൻ്റെ അവിടുത്തെ ക്യാഷ് ബുക്കിൽ തന്നെ അത് എൻട്രി ചെയ്തിട്ടുള്ള വിവരമാണ്. 2013 ക്യാഷ് ബുക്കൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നതല്ലോ, ഇൻകം ടാക്സ് എല്ലാം കൊടുത്ത പഴയ കാര്യങ്ങളല്ലേ. ആ ക്യാഷ് ബുക്കിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥ ആ പൈസ എൻ്റെ കയ്യിൽ നിന്നിട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ട് അത് പരിശോധിച്ചിട്ടില്ല. ആ ക്യാഷ് വന്നതിൻ്റെ ബ്രേക്കപ്പ് എല്ലാം തന്നെ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ബാക്കി പരിശോധനയിലേക്കോ കാര്യങ്ങളിലേക്കോ വരാതെ അതിപ്പം 9.5 കോടി രൂപ നോക്കേണ്ട കാര്യമില്ല, അതവിടെ നിൽക്കട്ടെ. 50 ലക്ഷം രൂപ തെളിയിക്കാനുള്ള കാര്യങ്ങളും വന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ വളരെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലും അന്വേഷിക്കാനുള്ള കാര്യത്തിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഈ സിദ്ദിഖും ബാക്കിയുള്ളവരൊക്കെ ചാനൽ ചർച്ചയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചരിത്രത്തിൽ ബാർ ലൈസൻസ് ഫീസ് കൂട്ടിയിട്ടില്ല എന്ന് ആവർത്തിച്ച് മന്ത്രി ഉൾപ്പെടെ പറയുന്നത് കേട്ടോ. അതാണ് സങ്കടം തോന്നിയത്. കാര്യം 97 6 ലക്ഷം രൂപയായിരുന്നത് നേരെ 10 ലക്ഷം രൂപ, ഒറ്റയടിക്ക് 4 ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ചത്. 97 99 10 ലക്ഷം രൂപ 12 ആക്കി. 2000 1 ലക്ഷം രൂപയെ കൂട്ടിയുള്ളൂ, 12 13 ആക്കി. അതേസമയത്ത് 2002 13 15 ആക്കി, 2 ലക്ഷം രൂപ അപ്പോഴും വർദ്ധിപ്പിച്ചു. 2005 15 എന്നുള്ളത് 30 ആക്കിയത്. ആ സമയത്ത് ഞങ്ങൾ വളരെയേറെ സമ്മർദ്ദം ചെലുത്തുകയും ഇതുപോലെ ഡീല് സംസാരിച്ച് ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഞങ്ങൾക്ക് 18 ലക്ഷമാക്കി തന്നു. അപ്പോഴും 3 ലക്ഷം രൂപ കൂട്ടി. 15 സ്ലാബ് സിസ്റ്റം കൊണ്ടുവന്ന് 30 ലക്ഷം രൂപയിലേക്കാണ് അന്ന് ബാർഗെയിൻ ചെയ്തത്. ആ ബാർഗെയിനിങ് അത് കോൺഗ്രസ് ഗവൺമെൻറ് തന്നെയാണ്. ആ ബാർഗെയിനിങ് കച്ചവടത്തിൽ അവസാനം ഞങ്ങൾ അവർ പറഞ്ഞ കച്ചവടം ചെയ്തു. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല, പക്ഷേ അതും കച്ചവടമായിരുന്നു. കച്ചവടത്തിൽ അത് 18 ലക്ഷം രൂപയാക്കി കുറച്ച് തന്നു. അപ്പോഴും 3 ലക്ഷം രൂപ 15 നിന്ന് വർധന വരുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് LDF വന്ന പാടെ തന്നെ അവർ 18 നേരെ 22 അങ്ങ് മാറ്റി, ഒറ്റ സ്റ്റെപ്പിൽ. പിന്നെ അവർ കൂട്ടിയിട്ടില്ല, കുറച്ചിട്ടില്ല. ആദ്യമേ പറഞ്ഞ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളിൽ നിന്നും കൂട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങളെ പ്രീ ബഡ്ജറ്റിനും വിളിച്ചില്ല, ഒരു ബഡ്ജറ്റിനും വിളിച്ചില്ല. 18 22 ആക്കിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് 22 ആക്കിയെന്ന്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാബു 13 14 ഞങ്ങളെ പ്രീ ബഡ്ജറ്റിന് വിളിക്കുകയും ഉദ്യോഗസ്ഥന്മാർ ഇടതുവശത്തിരിക്കുന്നു, ഞങ്ങൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഞങ്ങളോട് പറഞ്ഞു അവർ 30 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. അതിന് ജോൺ കല്ലാട്ടും ആ മൊഴി പറയുന്നുണ്ട് 30 ലക്ഷം രൂപയാണ് ശ്രീ ബാബു പറഞ്ഞതെന്ന്. 30 ലക്ഷം രൂപ എഴുതിയാണ് അവർ പറയുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറയുന്നു. നമ്മുടെ അഭിപ്രായം എന്താ ചോദിക്കുന്നത്? സർക്കാരിന് ലൈസൻസ് ഫീസ് ഉടനെ കൂട്ടാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിനുണ്ട്. ഒരിക്കലും ബഡ്ജറ്റിന് മുമ്പ് വിളിച്ചിരുത്തി അത് പറയുന്നു, ഞങ്ങളുമായി നെഗോഷിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവസാനം നമുക്കത് 25 തീർക്കാമെന്ന് പറയുന്നു. പക്ഷേ വസ്തുതയിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന 25 ലക്ഷം രൂപ ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. അവരെല്ലാം ഉദ്യോഗസ്ഥരെല്ലാം പോയതിന് ശേഷം ഞങ്ങളോട് സംസാരിച്ചതിന് ശേഷം പറഞ്ഞു, ശരി എങ്കിൽ ഞാൻ 23 ആക്കി കുറച്ച് തരാം. തിരിച്ചെത്താം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഏതായാലും ഇങ്ങനെ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഡോക്ടർ ബിജു രമേശ്. ഇപ്പോഴും 1 വർഷത്തിന് മുമ്പ് ഡോക്ടർ ബിജു രമേശ് പറഞ്ഞ അതേ അവസ്ഥയിൽ, ഈ ചാനലിൽ ഇരുന്ന് പറഞ്ഞ അതേ അവസ്ഥയിൽ തന്നെ ഡോക്ടർ ബിജു രമേശ് ഇപ്പോഴും ഇരിപ്പുണ്ട്. കുറച്ചുകൂടി ആരോഗ്യം കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം ഇത് തെറ്റാണെന്ന് തെളിയിച്ചാൽ ആത്മഹത്യ ചെയ്യാമെന്ന് ഇവിടെ ഇരുന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ അദ്ദേഹത്തിനെതിരെ ഇതുവരെ അദ്ദേഹം തെറ്റാണ് പറയുന്നതെങ്കിൽ ഒരു കേസ് എടുക്കണ്ടേ? ഇന്ന് നിർബന്ധിച്ച് കേസെടുപ്പിക്കാൻ, ഒരു പരാതി സ്വീകരിക്കാൻ DGPക്ക് ഇടയായത് താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകും. ഈ 1 വർഷം കഴിഞ്ഞിട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ശ്രീ കെ ബാബുവിനെതിരെ വീണ്ടും ഇന്ന് അത് ആവർത്തിച്ച ഡോക്ടർ ബിജു രമേശിനെതിരെ ഒരു കേസ് പോലും എടുക്കുന്നില്ലല്ലോ ശ്രീ PM സുരേഷ് ബാബു. ഡോക്ടർ ലാലെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. താങ്കൾ ഇവിടെ പരാമർശിച്ചതും എന്നിൽ നിന്ന് ഉത്തരം പ്രതീക്ഷിച്ചതുമായ ചോദ്യങ്ങൾ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിക്ക് യോജിക്കാത്ത തലത്തിലായതുകൊണ്ട് ഞാൻ അതിനോട് ഒരിക്കലും പ്രതികരിക്കുന്നില്ല.
ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് ഏതെങ്കിലും ഒരാൾ ഒരു വസ്തുതകൾ പറയുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുക, അവരെ കേസെടുത്ത് പീഡിപ്പിക്കുക, ഇത്തരം രീതികളൊന്നും അംഗീകരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനല്ല ഞാൻ. അതുകൊണ്ട് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉത്തമ മൂല്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ശ്രീ ബിജു രമേശ് കഴിഞ്ഞ ഒരു കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം, അദ്ദേഹത്തിനെതിരെ ഈ രീതിയൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതുമായി ഞാൻ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഗ്രീവൻസ് പറയാൻ ഇന്ത്യൻ ജനാധിപത്യത്തിലും നമ്മുടെ ജനാധിപത്യ സംഹിതയിൽ അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് അദ്ദേഹം വിനിയോഗിക്കുന്നു. ആ വിനിയോഗിക്കുന്നതിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരാനും, അതല്ല മറുഭാഗത്തിൻ്റെ ന്യായങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നതും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രീ കെ ബാബുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ന്യായീകരണങ്ങളെ വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതിന് ഒരു ശുഭപര്യവസാനം ഉണ്ടാകണം. ഇത് കേരള രാഷ്ട്രീയം എനിക്ക് ഉറപ്പുണ്ട്, ഇത് അടുത്ത മെയ് മാസത്തിൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ. അത് നമുക്കറിയാമല്ലോ, നമ്മുടെ രാഷ്ട്രീയവും കേരളത്തിൻ്റെ രാഷ്ട്രീയവും ഒക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അടുത്ത മെയ് മാസത്തിലേ അവസാനിക്കുകയുള്ളൂ. അതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ പറയുന്ന എനിക്ക് പല കാര്യങ്ങളോടും വസ്തുതാപരമായ വിയോജിപ്പുകൾ പറയാനുണ്ട്. പക്ഷെ അത് ഇപ്പോൾ പറയുന്നത് കെ എം മാണി സാറിൻ്റെ കേസും ശ്രീ ബാബുവിൻ്റെ കേസുമുണ്ട്. അത് പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിയമപരമായി ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. ശ്രീ ബിജു രമേശ് അദ്ദേഹത്തിൻ്റെ നിയമപരമായ ഉപദേശത്തിലൂടെ അദ്ദേഹം പ്രവർത്തിക്കുന്നതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. ശ്രീ അഡ്വക്കേറ്റ് ഉദയഭാനുവെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് സബ്ജക്ട് ടു കറക്ഷൻ അദ്ദേഹത്തിൻ്റെ ശ്രീ ബിജു രമേശിൻ്റെ അഭിഭാഷകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിനോട് ഒരു അഭിഭാഷകന്റെ നിഷ്പക്ഷതയെ എനിക്ക് അംഗീകരിക്കാൻ ഇത്തിരി മനപ്രയാസമുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, താങ്കൾക്ക് അത് വ്യക്തമാക്കാനുള്ള അവസരം ഞാൻ തന്നിട്ടുണ്ട്. അതായത് വളരെ കൃത്യമാണ് താങ്കളുടെ നിലപാട്. താങ്കൾ സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നും അതീതമായി കാര്യങ്ങളെ വളരെ ശുദ്ധമായി കാണുന്ന ഒരു മനുഷ്യൻ കൂടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിക്കില്ല ഈ ചോദ്യങ്ങൾ അനാവശ്യമായി ചോദിച്ച്. ഒരു 5 നിമിഷം കൂടി അങ്ങ് ഈ ചർച്ചയിൽ തുടരേണ്ടതുണ്ട്. ചർച്ചയിലേക്ക് തിരിച്ചെത്തുന്നു. ഡോക്ടർ ബിജു രമേശ്, താങ്കൾ ഇത് മെയ് മാസം വരെ ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകും, അതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു അതിൻ്റെ അവസാന ഘട്ടത്തിലെങ്കിലും പറഞ്ഞത്. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിൽ കൂടി താങ്കൾ CPM-മായി ചേർന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷവുമായൊക്കെ ചേർന്ന് ഇങ്ങനെ കാണിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിപ്പോൾ ഞാൻ മാണി സാറിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ BJP കാരനെന്ന് പറഞ്ഞ് ചില കോൺഗ്രസ്സുകാർ വന്നിട്ട് സംസാരിക്കുന്ന കേട്ടു, ചിലർ പറയുന്ന കേട്ടു CPM-ഓടൊക്കെ വന്നിട്ട് ഞാൻ RSS കാരനാണെന്ന് പറഞ്ഞ് മാണി സാറിനെതിരെ പറയുന്നത് എന്നെ ഡോക്ടർ ബിജു രമേശ് ഒരു മിനിറ്റ് പറയൂ. ഞാൻ താങ്കൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ല, ഡോക്ടർ ലാല് കൊണ്ടുപോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഡോക്ടർ ബിജു രമേശ് ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പാകെ എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ അത് ചോദിക്കേണ്ടത് ഈ പരിപാടിയുടെ ഉദ്ദേശമാണ്. അത് ചോദിക്കണ്ടേ? അത് ആരാണ് ആദ്യം ചോദിക്കുന്നത് എന്നൊരു പക്ഷേ ഒരു മത്സരം ഉണ്ടാകുമായിരിക്കും. അതല്ലാതെ വേറെ എന്താണ് എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുക? ഞാനിത് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ രേഖകളെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണോ? അങ്ങേക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളാണോ? ചർച്ച കൊണ്ടുപോകുന്നത് ചർച്ച നടത്തണ്ടേ? ഈ ചർച്ച കൊണ്ടുപോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ ചർച്ച നടത്തിയില്ലെങ്കിലും ബിജു രമേശ് കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും. അവിടെ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അപ്പോഴും ഈ വിജിലൻസ് മാനുവലിൽ ഇല്ലാത്ത അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ആ കാര്യങ്ങൾ ആരൊക്കെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇത് നടന്നുകൊണ്ടേയിരിക്കും. ഇത് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ വേണ്ടിയാണ് ചർച്ചകൾ നടത്തുന്നത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, താങ്കൾക്കും അത് അറിയാവുന്നതാണ്. ഡോക്ടർ ബിജു രമേശ് രമേശിനെ ഇതിനകത്ത് പ്രതിയാക്കണ്ട, അദ്ദേഹം വേണ്ട. അപ്പൊ ഡോക്ടർ ബിജു രമേശ് പറയുന്നത് ശരിയാണോ അഡ്വക്കേറ്റ് സുരേഷ് ബാബു? ചർച്ച പ്രശ്നമായിരിക്കാം. അല്ല, അദ്ദേഹത്തിന് ഇതിനകത്ത് ഉൾപ്പെടുത്തണ്ട. അദ്ദേഹം ഒരു പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വേദന തോന്നിയിട്ടുള്ള കാര്യങ്ങളിലെ ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാൻ, റീഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളാണ്. അതുപോലെ നിരവധി ആളുകൾ ഇതിനകത്ത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പലർക്കും താല്പര്യമുള്ള വിഷയങ്ങൾ പൊതു ചർച്ചയിലാക്കുന്നു. അത് മീഡിയ വരെ ഉണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇതൊരു പക്ഷേ മീഡിയകൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പുറത്ത് ഇത്രയും വരില്ലായിരുന്നു. ബിജു രമേശ് തന്നെ വേറെ പണി നോക്കി പോകേണ്ടി വന്നേനെ. ഇപ്പോൾ അദ്ദേഹത്തിന്
അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ഇതുപോലെ ഒരു പരിക്കുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ട്. അത് ജനങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആരോപിച്ച ഒരു ആരോപണത്തിന്റെ പുറത്ത് കോടതി ഒരു പരാമർശം നടത്തി ഇപ്പോൾ ഒരു മന്ത്രി രാജിവെച്ച് വീട്ടിലിരിക്കുന്നത്. ആ കാര്യം അങ്ങേക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ബിജു രമേശിന്റെ ജോലി ആ വഴിക്ക് നടക്കട്ടെ, ഇത് ആരും പുറത്തു പറയേണ്ട, ആരും അന്വേഷിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട എന്ന് അങ്ങേപ്പോലുള്ളവർ പറയുന്നത്? എന്തിനാ ഡോക്ടർ ലാൽ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? ഞാൻ പറഞ്ഞു വന്ന രാഷ്ട്രീയം താങ്കൾക്കറിയാമല്ലോ. ആരും ചർച്ച ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഒന്നും ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല. മാധ്യമങ്ങളുടെ ഉത്തമമായ താല്പര്യങ്ങൾ, മാധ്യമങ്ങളാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ സംരക്ഷകർ, അവരാണ് ഇതിന്റെ കാവൽഭടന്മാർ. അതിനെ എല്ലാ അർത്ഥത്തിലും ബഹുമാനിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. മാധ്യമങ്ങൾ എവിടെ സമൂഹത്തിൽ പുഴുക്കുത്തുണ്ടോ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തുറന്നു കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അത് മാധ്യമങ്ങൾ ചെയ്യുന്നത് മാധ്യമത്തിന്റെ ധർമ്മമാണ്. ആ ധർമ്മത്തെ അംഗീകരിക്കുന്നു. ഡോക്ടർ ബിജു രമേശ് ചെയ്യുന്നത് അദ്ദേഹത്തിന് വേദന തോന്നിയിട്ടുള്ള കാര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത് ബിജു രമേശിന്റെ വ്യക്തിപരമായ പ്രശ്നമല്ല. ഈ കാര്യത്തിൽ ഇവിടെ ഭരിക്കുന്ന ആളുകളൊക്കെ ഏത് രീതിയിലാണ് അഴിമതി കാണിച്ചത് എന്നാണ് ഡോക്ടർ ബിജു രമേശ് പറയാൻ ശ്രമിക്കുന്നത്. ആ ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി. രാജധാനി ബിൽഡിംഗ്സ് എവിടെയെങ്കിലും ആരെങ്കിലും ഇടിച്ചു പൊളിക്കാൻ പോയപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും ആ ചർച്ച എടുത്തിട്ടില്ല. ഇത് സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന്റെ അഴിമതിയുടെ പ്രശ്നത്തിന്റെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ PM സുരേഷ് ബാബു, അത് ചർച്ച ചെയ്യുമ്പോൾ അത് മോശമാണ്, ചർച്ച ആരുടെയോ ഓറിയന്റേഷൻ കൊണ്ടാണെന്ന് എന്തുകൊണ്ട് അങ്ങ് പറഞ്ഞല്ലോ? ഒരു വ്യക്തിയെ കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് പരാമർശി ചർച്ച കൊണ്ടുപോകുന്നതിന് എനിക്ക് താല്പര്യം. ഞാൻ ആ ചർച്ച ആ രൂപത്തിൽ അതിനെ പങ്കെടുക്കുന്നില്ല. ഡോക്ടർ ബിജു രമേശ് ഒരു സംഭവത്തിന്റെ വെളിച്ചത്തിൽ കൊടുത്തിട്ടുള്ള പരാതികൾ രണ്ടുപേരിൽ എത്തി നിൽക്കുന്നതിന് അതിനകത്തുള്ള രാഷ്ട്രീയമാണ് ഡോക്ടർ ലാൽ ചർച്ച ചെയ്യുന്നത്. ഞാനത് അംഗീകരിക്കുന്നു. അത് രാഷ്ട്രീയമല്ല. ഞാൻ ചോദിച്ചത് അതിലെ രാഷ്ട്രീയമല്ല. അങ്ങേക്ക് അത് കൃത്യമായി അറിയണമെങ്കിൽ ഞാൻ ആ ചോദ്യം ചോദിക്കാം. അല്ല, എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നീതിപൂർവമായ സമീപനം സ്വീകരിക്കണം. പക്ഷേ ശ്രീ PM സുരേഷ് ബാബു, അങ്ങേക്ക് ഇതിന് ഉത്തരം പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ബിജു രമേശ് ഇപ്പോൾ ഉയർത്തിക്കാട്ടിയ പല ആരോപണങ്ങളും ഒരു സാധാരണക്കാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കും ആരെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ബിജു രമേശിന്റെ പേരിൽ നടപടി എടുക്കണ്ടേ? അതാണ് ചോദ്യം. ബിജു രമേശിനെ എതിരെ കേസെടുക്കൂ, ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ ഈ അത്തരം ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ ഉടമസ്ഥനല്ല ഞാൻ. അത് അങ്ങനെ ഒരു രാഷ്ട്രീയ ശൈലിയിൽ ഉപദേശിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനുമല്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത്തരമൊന്നുമില്ല. ഇവിടെ ഈ നടന്നിട്ടുള്ള സംഭവങ്ങളെ ഏത് രൂപത്തിലാണോ വേണ്ടത് ഇതറിയാമല്ലോ. ഞാൻ ഇരിക്കുന്നത് പീപ്പിൾ ചാനലിലല്ലേ, നമുക്കറിയാമല്ലോ നമ്മൾ ഓരോരോ സംഗതികളുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാമല്ലോ. അതുകൊണ്ട് അത് നടക്കട്ടെ. നമ്മൾ ആ വിശാലമായ ചർച്ചകളിലേക്ക് തന്നെ നീങ്ങാം. ഓരോ ദിവസവും വരുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് ബഹുജനത്തിന് ഇത് ബോധ്യപ്പെടുത്തി മെയ് മാസത്തിന്റെ കൾമിനേഷനിലേക്ക് നമുക്കിത് കൊണ്ടുവരാം. അടുത്ത ചോദ്യം ഈ ഘട്ടത്തിൽ അങ്ങനെയുള്ള അടുത്ത ചോദ്യം ഇതാണ്. കേരള കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ആവശ്യപ്പെട്ടത് ഇതേ ആരോപണം ഉന്നയിക്കപ്പെട്ട KM മാണി സാർ രാജിവെക്കുന്നതിന് കാരണമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട മറ്റു മന്ത്രിമാർ ഇപ്പോഴും ഉണ്ടല്ലോ, അവർ കൂടി രാജിവെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളെ പ്രശ്നമാണെന്ന് പറഞ്ഞ് താങ്കൾ ഉത്തരം പറയാതെ വീണ്ടും പഴയതുപോലെ ഇരിക്കുമോ? അതോ എന്നോട് പറഞ്ഞതുപോലെ തന്നെ അവരോടും പറയുമോ നിങ്ങൾ വേറെ കാര്യങ്ങൾ നോക്കി പോകുമെന്ന്? താങ്കളോട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, കേരള കോൺഗ്രസുമായുള്ള രാഷ്ട്രീയം, കേരള സംഗതികൾ ഒരു കാരണവശാലും പൊതുമാധ്യമ ചർച്ചകളിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം, ഞങ്ങളുടെ നേതാക്കന്മാരുടെ തീരുമാനം. എനിക്ക് കിട്ടിയ നിർദ്ദേശവും അതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് പറയുമ്പോഴും ഞാൻ പറയുന്നത് കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്കോ ആളുകൾക്കോ
ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഭവമോ പരാതിയോ ഉണ്ടെങ്കിൽ UDFന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരിക. അവിടെ വെച്ച് അതിനൊരു പരിഹാരം ഉണ്ടാകും. തീർച്ചയായിട്ടും. ശ്രീ PM സുരേഷ് ബാബു, ഞാൻ നേരത്തെ ഡോക്ടർ ബിജു രമേശിനോടാണ് ഒരു ചോദ്യം ചോദിച്ചത്. അതിനിടയിലാണ് താങ്കൾ ഒന്ന് ഇടപെട്ടത്. ഒരു ചർച്ച നമ്മൾ തമ്മിൽ ഒരു സംവാദം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബിജു രമേശിനോട് ആ ചോദ്യം കൃത്യമായി ചോദിക്കാൻ സാധിച്ചില്ല. ആ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിച്ചതും അതിനാണ് ഞാൻ അങ്ങയോട് ഒന്ന് കാത്തിരിക്കാൻ അപേക്ഷിച്ചതും. അതിനിടയിൽ ഇതാ ഇപ്പോൾ ഒരു ഇടവേളയിലേക്ക് സമയം എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ ഇടവേളയിലേക്ക് പോയിട്ട് തിരിച്ചെത്താം. ദയവായി അങ്ങ് എന്നോട് ക്ഷമിക്കും, തുടരും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഡോക്ടർ ബിജു രമേശിൻ്റെ മറ്റൊരു മൊഴി കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ ബിജു രമേശ് നൽകിയ മൊഴിയാണ് പുറത്തു വന്നത്. സ്വാമിയുടെ സഹായി നൽകിയ പാലിൽ വിഷം കലർത്തിയെന്നും പാല് കുടിച്ച ശാശ്വതീകാനന്ദ അബോധാവസ്ഥയിൽ വെള്ളത്തിൽ മുങ്ങിയെന്നും ആണ് മൊഴിയിൽ പറയുന്നത്. അതും കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർ ബിജു രമേശ്, താങ്കൾ ഇന്നിപ്പോൾ പുറത്തു വന്ന മൊഴിയിൽ കാണുന്നതനുസരിച്ച് പലരും അന്വേഷിക്കുന്നത് പ്രിയൻ്റെ പേര് എവിടെ എന്നുള്ളതാണ്. അതാണല്ലോ താങ്കൾ ആദ്യം വെളിപ്പെടുത്തിയത്. ഇതെങ്ങനെയാണ് അതിലേക്ക് ലിങ്ക് ചെയ്തു വരുന്നത്? മൊഴിയിൽ പ്രിയൻ എന്നെ വിളിച്ച കാര്യവും പ്രിയനാണ് ചെയ്തത് എന്നുള്ള വസ്തുതയും വളരെ വ്യക്തമായി എന്നോട് പറഞ്ഞതായിട്ടും അത് മറ്റു പലരും ജയിലിലെ തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടും ആ മൊഴിയിൽ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ പ്രിയൻ്റെ കൂടെ ഈ കുറ്റകൃത്യം ചെയ്ത എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം തന്നെ ജയിലിൽ കിടക്കുന്ന വിയൂർ ജയിലിൽ കിടക്കുന്ന പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂയും നമ്മൾ കൈരളി ചാനലിലൂടെ കാണുകയുണ്ടായി. അപ്പോൾ കുറേ കൂടി പ്രിയനും ഞാനും പറയപ്പെടുന്ന മരിച്ചുപോയ പ്രവീണും കൂടി ചേർന്നാണ് സ്വാമിയെ കൊന്നതെന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വാമിക്ക് ഇതിൽ പാലിൽ സാബുവിനെ കൊണ്ട് കലക്കി കൊടുത്തുവെന്ന് അവിടെയുള്ള ആൾക്കാർ കംപ്ലീറ്റ് എന്ന സംഭാഷണ വിഷയമായതാണ്. ശിവഗിരിയിൽ പോകുമ്പോഴും പലപ്പോഴും എല്ലാവരും സംസാരിക്കുന്ന വിഷയമാണ്. അല്ലെങ്കിൽ ഒരിക്കലും സ്വാമി വെള്ളത്തിലേക്ക് പോകില്ല എന്ന്. പക്ഷേ ഇത് കലക്കി കൊടുത്തിരിക്കാം എന്നുള്ള സംശയമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത്. ഇത് കലക്കി കൊടുത്തിട്ട് സ്വാമിയെ താങ്ങി പിടിച്ചുകൊണ്ടാണ് കുളത്തിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ വെച്ച് മുക്കിക്കൊല്ലുകയോ ഇവർ ഈ അടങ്ങുന്ന ഈ അല്ലാതെ സ്വാമിയെ ഒറ്റയ്ക്ക് ഒരാളോ രണ്ടുപേരോ പിടിച്ചാൽ പിടിക്കുന്ന സ്വാമിയല്ല. വളരെയേറെ പരമായി വളരെയേറെ ശക്തിയും കരുത്തുമുള്ള ആളാണ്. അതുപോലെ യോഗ ചെയ്യുന്ന ആളാണ്, ഘടയോഗിയാണ്. ജലത്തിൽ 15 മിനിറ്റോളം വെള്ളത്തിനടിയിലിരുന്ന് ഇരിക്കുന്ന രീതിയിലുള്ള പ്രാക്ടീസും മണിക്കൂറുകളോളം സ്വാമി വെള്ളത്തിൻ്റെ മുകളിൽ മലർന്ന് കിടക്കുന്നത് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുപോലെ 1-2 മണിക്കൂർ വെറുതെ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്ന സ്വാമി ഒരിക്കലും വെള്ളത്തിൽ വെച്ച് സ്വാമിക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കില്ല. അപ്പം അതിനുള്ള സാധ്യതകളാണ് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ഇതിൻ്റെ പ്രിയൻ അവിടെ ചെയ്തുവെന്ന് പ്രിയൻ അവകാശപ്പെടുന്നതാണ്, ഞാൻ പറയുന്നതല്ല. പ്രിയൻ എന്നോട് അതിനു മുമ്പ് തന്നെ പലരോടും പ്രിയൻ പറഞ്ഞതായിട്ട് ഞാൻ ഈ വിവരം അറിയാണ്. ജയിലിലെ ഉദ്യോഗസ്ഥർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരോട് പ്രിയൻ പറഞ്ഞതായിട്ട്. ജയിലിൽ കിടന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ വിയൂർ ജയിലിൽ കിടക്കുന്ന മറ്റൊരു പ്രതിയും തിരുവനന്തപുരം പ്രിയൻ്റെ ഒപ്പം താമസിച്ചിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച ശ്രീ പൊയിലൂർ രവിയോട് പറഞ്ഞ വിവരം പൊയിലൂർ രവി പറയുന്നുണ്ടായിരുന്നു, ചാനലുകളിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രിയൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ വ്യക്തമായി പല സ്ഥലങ്ങളിൽ നിന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലിൽ ഇത് കലക്കി കൊടുത്ത് അവിടെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അവർക്കിത് ഓപ്പറേഷന് വേണ്ടി വളരെയേറെ അതിനുള്ള സംവിധാനം ഒരുക്കി ഒരു ഭാഗത്തുകൂടി ചെയ്യുന്നു. അതേസമയം തന്നെ സ്വാമി ഈ കുളിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് സൂക്ഷ്മാനന്ദ സ്വാമി ഉടൻ തന്നെ ഇവിടെ പ്രാർത്ഥന അവിടെ കൂടുന്ന സ്വാമി കുളിച്ച് വന്നതിന് ശേഷം അവിടുത്തെ ബുക്ക് സ്റ്റോൾ ഉദ്ഘാടനം ചെയ്യാനാണ് സ്വാമി വരാനിരിക്കുന്നത്. അപ്പോൾ സ്വാമി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രാർത്ഥന തുടങ്ങിക്കുകയും അവിടെ ഒരു ശബ്ദകോലാഹലങ്ങൾ തന്നെ മൈക്കിലൂടെ ഉണ്ടാക്കുമ്പോൾ ഈ താഴെ എന്തെങ്കിലും വിളിയോ ബഹളമോ കേട്ടാൽ അത് കുളിക്കടവിൽ കേട്ടാൽ ഇങ്ങോട്ട് കേൾക്കാതിരിക്കാനുമാണ് ആ ബഹളം ഉണ്ടാക്കിയത്. അതുപോലെ കുളിക്കാൻ ഇറങ്ങിപ്പോകുന്ന കുളിക്കടവ് ഞാൻ കഴിഞ്ഞ മാസം പോയി സന്ദർശിച്ചു. അത് ഒരു കാരണവശാലും ആ കുളിക്കടവിൽ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആ പരിസരത്ത് നിൽക്കുന്ന ആർക്കും തന്നെ കാണാൻ കഴിയില്ല. കാര്യം ഏകദേശം ഒരു 7 അടിയോളം പൊക്കത്തിൽ ഒരു നാരോ ആയിട്ടുള്ള വഴിയാണ് സ്വാമിമാർക്ക് കുളിക്കടവിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഭാഗം. വളരെ ഏകദേശം 10 അടി മാത്രം വീതിയിലും ഏകദേശം നാരോ ആയിട്ട് പോകുന്നതാണ്. അതിന് കംപ്ലീറ്റ് ആയിട്ടൊരു മതിൽ കെട്ടി ആ കുളിക്കടവ് ഇറങ്ങിപ്പോകുന്ന വഴി മറച്ചിരിക്കുകയാണ്. ആ മറയിൽ വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നേരെ അതിന് ഫ്രണ്ടിൽ പോയി നിന്നാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അല്ലാതെ ആ പ്രദേശത്ത് നിൽക്കുന്ന ആർക്കും തന്നെ ഈ വള്ളത്തിൽ പോകുന്നവർക്ക് മറ്റു ഭാഗത്ത് നിൽക്കുന്നവർക്കും ആർക്കും കുളിക്കടവിലേക്ക് ഇറങ്ങിപ്പോകുന്ന രംഗം കാണാൻ കഴിയില്ല. അതിന് പറ്റിയൊരു സ്ഥലം അവർ തിരഞ്ഞെടുത്ത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള
ഓപ്പറേഷനായിരുന്നു സ്വാമിയുടെ കൊലപാതകം. അത് ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിയായിരുന്ന ഒരു സന്യാസി ശ്രേഷ്ഠനാണ്. ആ കൊലയാളികൾ ആരൊക്കെയായാലും അത് ജനമധ്യത്തിൽ കൊണ്ടുവരണം, അവർക്ക് അർഹമായ നീതിപീഠത്തിൽ നിന്ന് ലഭിക്കേണ്ട ശിക്ഷയും ലഭിക്കണമെന്ന്. തീർച്ചയായും. എന്തായാലും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് താങ്കൾ ആ മൊഴി താങ്കൾ കൊടുത്തിട്ടുള്ളതും. പക്ഷേ ഇങ്ങനൊരു സ്വാമിക്ക് മാത്രമായി കാര്യങ്ങൾ എത്രത്തോളം ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളിടത്താണ് അവിടെ വിശദീകരണങ്ങൾ വീണ്ടും വേണ്ടി വരുന്നത്. ആ കാര്യങ്ങളും താങ്കൾ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ടോ? അത് നേരത്തെ മറ്റു പല വിജിലൻസ് അന്വേഷണങ്ങളിലൊക്കെ കണ്ടതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ താങ്കൾ മൊഴി കൊടുത്തപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ചർച്ചയിലേക്ക് തിരിച്ചെത്തുന്നു ഡോക്ടർ ബിജു രമേശ്. താങ്കൾ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വിജിലൻസ് താങ്കളോട് മൊഴി ചോദിച്ചപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ല എന്നുള്ള പരാതി താങ്കൾക്കുണ്ടായി. ആ പരാതി താങ്കൾ അവിടെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ശാശ്വതീകാനന്ദ സ്വാമിയുടെ പുനരന്വേഷണം നടക്കുകയാണല്ലോ. ആ കാര്യത്തിൽ താങ്കൾ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴി ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുപോലും സ്വാഭാവികമല്ല. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഈ അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ അന്വേഷണത്തിൽ ചെന്നപ്പോൾ ഞാൻ സംസാരിക്കുന്നത് തൊട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ വീഡിയോ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടിയാണ് ഇപ്രാവശ്യം മൊഴിയെടുത്തത്. മൊഴിയെടുക്കാൻ വളരെയേറെ ഉദ്യോഗസ്ഥൻ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാവരും വളരെ സഹകരിച്ചുകൊണ്ട് തന്നെ മൊഴിയെടുത്തു. അവർ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന് തന്നെയാണ് മൊഴി എഴുതിയത്. കംപ്ലീറ്റ് എഴുതി തീർക്കാമെന്നുള്ള രീതിയിൽ തന്നെ അവരെല്ലാം സഹകരിച്ചു. പറയുന്നതെല്ലാം എഴുതി തീർത്തിട്ട് എനിക്ക് പറയാനുള്ള പ്രശ്നമെല്ലാം പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു ക്രിമിനൽ കേസാണ് അന്വേഷണം നടക്കുന്നത്. ആ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അതിന് അന്വേഷണം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മൊഴികൾ പുറത്തു പോകാൻ പാടുള്ളതല്ല നിയമപ്രകാരം. അതെങ്ങനെ പുറത്തുപോയി? അവിടെയാണ് ഇപ്പോൾ വരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനിലോ അന്വേഷണ രീതിയിലോ എനിക്ക് യാതൊരു സംശയവും മൊഴിയെടുക്കുന്നതിലോ ഒന്നും യാതൊരു തടസ്സവും ഇല്ലായിരുന്നു. പക്ഷേ മൊഴി എങ്ങനെ പുറത്തുപോയി? മൊഴി പുറത്ത് അന്വേഷണം തീരാതെ മൊഴി പുറത്തു പോകാൻ പാടുള്ളതല്ല. ഏതൊരു കേസ് അന്വേഷിക്കുമ്പോഴും ആ കേസുമായി അന്വേഷിച്ച് ഓരോരുത്തർ പറയുന്ന കിട്ടുന്ന മൊഴികൾ പുറത്തു പോവുമെങ്കിൽ കേസിനെ ഏത് രീതിയിലും സ്വാധീനിക്കാനും ഞാനതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഞാനതിൽ അന്വേഷിക്കേണ്ട വെർഷൻസ് എല്ലാം പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ കൊലയാളികൾക്കോ കൊലയ്ക്ക് പിന്നിലുള്ള വൻ ശക്തികൾക്കോ അതിനെ അട്ടിമറിക്കപ്പെടുന്നതിനും അതുമായി ബന്ധപ്പെട്ടവരെ സ്വാധീനിക്കുന്നതിനും അവരെ പഠിപ്പിക്കുന്നതിൽ ആരിലേക്കൊക്കെയാണ് ഈ അന്വേഷണം നീളുന്നത്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഏതാണ്, ഏത് വെർഷനിലാണ് നിൽക്കുന്നത്, അതെല്ലാം അവർക്ക് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് അതെങ്ങനെ ചോർന്നു എന്നുള്ള വസ്തുതയെക്കുറിച്ചാണ് ആദ്യം അന്വേഷിക്കുന്നത്. ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ കൂടി ചേർന്നിട്ടുണ്ട്. സി കെ വിദ്യാസാഗർ, ഇപ്പോൾ ഇന്ന് ഡോക്ടർ ബിജു രമേശ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. അതിൽ സൂക്ഷ്മാനന്ദ സ്വാമിയാണ് ശാശ്വതാനന്ദ സ്വാമിയുടെ മരണത്തിന് കാരണം എന്നാണ് സംശയങ്ങൾ പറയുന്നത്. സാബു ഇൻസുലിൻ വിഷമുള്ള രീതിയിൽ അധികം പാലിൽ നൽകി സ്വാമിയെ ബോധം കെടുത്തി അദ്ദേഹം മുങ്ങി മരണത്തിന് ഇടയാക്കുന്ന രീതിയിൽ ഓപ്പറേഷൻസ് നടക്കുന്നു. രണ്ടും കൂടെ ജോയിൻ്റ് ഓപ്പറേഷൻ ആയിരുന്നു. ഈ രണ്ടും കൂടെയുള്ള മിക്സഡ് ഓപ്പറേഷനാണ് അവിടെ നടന്നതായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ടാണ് പറയുന്നത്. അല്ല ആരോഗ്യവാനായ സ്വാമിയെ പെട്ടെന്ന് ഒരാളോ രണ്ടുപേരോ ഈ പ്രിയനെ പോലുള്ളവരൊന്നും പിടിച്ചാൽ നിൽക്കുന്ന സ്വാമിയല്ല. അവർ 3 പേർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പ്രിയൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവീണും മറ്റൊരു ആളും ഉണ്ടായിരുന്നെന്ന് സുജേഷ്, അദ്ദേഹം തിയൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായിരിക്കുന്ന അദ്ദേഹം തന്നെ പീപ്പിൾ ടിവിയോട് വെളിപ്പെടുത്തലും വന്നിട്ടുള്ളതാണ്. ആ കൊലപാതകത്തിന് അദ്ദേഹവും ഈ പറയപ്പെട്ട സുജേഷും പങ്കാളിയാണെന്ന് അദ്ദേഹം പറയപ്പെടുന്നുണ്ട്. ഞാൻ തിരിച്ചെത്താം. ശ്രീ സി കെ വിദ്യാസാഗർ, ഇതാണ് അതിൻ്റെ പശ്ചാത്തലം, ഈ ചർച്ചയുടെ പശ്ചാത്തലം. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ആ മൊഴി തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷേ അന്വേഷണം എന്തായാലും തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ അന്വേഷണ സമിതി തന്നെ ഹൈക്കോടതിയിൽ ഒരു കർമ്മ പദ്ധതി കൊടുത്തതും താങ്കൾക്കറിയാമല്ലോ. പക്ഷേ അതിനകത്ത് ഈ കേസ് ഇങ്ങനെ നടന്നാൽ മതി. ഇപ്പോൾ ഇവിടെ ഡോക്ടർ ബിജു രമേശൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രവീൺ വധക്കേസിനെ കുറിച്ച് എന്തെങ്കിലും അതിനകത്ത് സൂചിപ്പിക്കുന്നതായി കാണുന്നില്ല. അതിൻ്റെ അവിടെ നിന്ന് അവസാനം തൊട്ട് തന്നെ തുടങ്ങണ്ടേ ഈ കേസ് എവിടെയെങ്കിലും എത്തിച്ചേരാൻ? ഈ ഘട്ടത്തിൽ എന്താണ് താങ്കൾ പറയുക? ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഈ പുനരന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തിയ മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടുത്ത ദിവസം തന്നെ പുറത്തു വന്നു എന്നുള്ളത് ഒരു നല്ല ലക്ഷണമല്ല. അത് വേണ്ടായിരുന്നു. കാരണം ഏതൊക്കെ ലൈനിലാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ചുകൂടെ ഈ സ്റ്റേജിൽ തന്നെ അതാത് സ്റ്റേജിൽ തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യകരമായ ഒരു അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതോടൊപ്പം ഇന്നത്തെ മംഗളം ദിനപത്രത്തില് അതിനൊരു ദൃക്സാക്ഷി കൂടി ഉണ്ട് എന്ന മട്ടിലുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നതായിട്ട് കാണുകയുണ്ടായി. പിന്നെ അവിടെ ഒരു അണ്ടർ ട്രയൽ പ്രിസണറായിട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു മനുഷ്യന്റെ വെളിപ്പെടുത്തലുകള്
നിങ്ങളുടെ ചാനലിലൂടെ കാണാനായിട്ട് അവസരമുണ്ടായി. ഇവര് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആക്ഷൻ പ്ലാനിനകത്ത് ഇതൊന്നും സംബന്ധിച്ച് ഉള്ള ഒരു ലിങ്ക്, ഒരു ലിഫ്റ്റ് ആൻഡ് ലീഡ് ഫോളോ ചെയ്യും എന്ന് ഉള്ള രീതിയിൽ യാതൊരു പരാമർശവും കണ്ടില്ല. അപ്പൊ അതൊക്കെ എനിക്കും എന്റെ മനസ്സിലും അതിൻ്റെതായിട്ടുള്ള ഉത്കണ്ഠകളുണ്ട്. ഇപ്പൊ ഇവിടെ പുറത്തു വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും തുമ്പ് പിടിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന്റെ നിജസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുവാനായിട്ട് കഴിയുള്ളൂ. ആരൊക്കെയോ ഇന്നലെ ഞാൻ അന്ന് സൂചിപ്പിച്ചു, എനിക്കൊരു അജ്ഞാത ഊരും പേരുമില്ലാത്ത ഒരു കത്ത് കിട്ടിയെന്ന്. ഇന്നലെ ആ കത്ത് വേറെ ഒരിക്കൽ കൂടി എനിക്ക് കിട്ടി തന്നെ മേശപ്പുറത്തിരിക്കുക. ഇപ്പൊ 2 കത്ത് എന്റെ കയ്യിലിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിനെ കൊടുക്കാനായിട്ട്. അപ്പോ അതിനകത്തും ഒക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ മിസ്റ്റർ ബിജു രമേശ് സൂചിപ്പിച്ചതുപോലെ ചില വ്യക്തികളുടെ പേരിലേക്ക് കൃത്യമായിട്ട് വിരൽ ചൂണ്ടുന്നുണ്ട്. അതൊക്കെ വിശദമായി അന്വേഷിക്കപ്പെടണം. ഇതിന്റെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതൊന്നും ആരോഗ്യകരമായ ഒരു അന്വേഷണമല്ല. വിദ്യാസാഗർ, താങ്കൾ ഇപ്പൊ ചൂണ്ടിക്കാട്ടിയതുപോലെ ചില കാര്യങ്ങൾ കൂടി ഈ ആക്ഷൻ പ്ലാനിനകത്ത് വരാനുണ്ട് എന്ന് താങ്കൾ സൂചിപ്പിച്ചല്ലോ. ഇനിയിപ്പോ ഈ ഒഴിവാക്കപ്പെട്ട കാര്യങ്ങൾ, താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരിക? തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഈ ആക്ഷൻ പ്ലാനിന്റെ വാർത്ത കണ്ടപ്പോൾ തന്നെ എന്നെ ചില സ്നേഹിതന്മാർ എന്നെ വിളിച്ചിട്ട് കേരള ഹൈക്കോടതിയിൽ നിലവിലിരിക്കുന്ന ആ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ഇന്ന സംഗതികളും കൂടി ഇതിന്റെ ആക്ഷൻ പ്ലാനിന്റെ പരിധിയിൽ വരുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം വക്കീലെ എന്ന് പറഞ്ഞിട്ട് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ ലൈവ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, വളരെ റെലവെന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ആ വിഷയങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും അതുപോലെ ഇത്തരത്തിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന മൊഴി പിറ്റേ ദിവസം പത്രങ്ങൾക്ക് കിട്ടുന്ന അവസ്ഥയിൽ നിന്ന് ഒക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി കാണാനാണ് എനിക്കൊക്കെ താല്പര്യം. തീർച്ചയായും ഡോക്ടർ ബിജു രമേശ്, ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ്. എന്തായാലും ഇപ്പൊ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ശ്രീ കെ ബാബുവിന്റെ കാര്യത്തിലാണ് താങ്കൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ആദ്യമേ തന്നെ താങ്കൾ അഴിമതിയുടെ ഈ പ്രശ്നത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്ന് സൂചിപ്പിച്ചതാണ്. ഈ ഘട്ടത്തിൽ താങ്കൾ അത് ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ടോ? ഇത് രണ്ടിലൊന്ന് കാണുന്നത് വരെ ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിലാകുക, സീസറിൻ്റെ ഭാര്യ സംശയത്തിൻ്റെ നിഴലിലാകുക എന്ന് പറയുന്ന കാര്യം താങ്കളുടെ നേരെയാണ് ഉണ്ടാകുക എന്നൊരു പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഇപ്പോൾ അതൊരു വാശിയായിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ താങ്കൾ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ ജനങ്ങൾ കരുതുന്നതെങ്കിൽ അവരോട് എന്താണ് പറയുക? ഞാൻ മാണിസാറിൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം എനിക്ക് പ്രശ്നം ഇത് വന്നു. അതെനിക്ക് ബാബുവിൻ്റെ പ്രശ്നം വന്നതോടെ എനിക്ക് എന്തുമാത്രം ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ഗവൺമെൻറ് മിഷനറി ഉപയോഗിച്ചു. മന്ത്രി പോലും പറഞ്ഞു എൻ്റെ അസ്ഥിവാരം തോണ്ടുവന്നു. അത് ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ വിരുദ്ധമാണ്. മന്ത്രി ഒരിക്കലും സത്യപ്രതിജ്ഞ ഒരു പൗരൻ്റെ വീടും വീടിൻ്റെ അസ്ഥിവാരം തോണ്ടുവെന്നൊക്കെ പറയുക എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് മിഷനറി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കെട്ടിടം പൊളിക്കാൻ നോക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ചിലവാക്കുക. എന്തൊക്കെയാണ് ഇവിടെ നടന്ന് നമ്മൾ കോട്ടയ്ക്കകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെട്ടിപ്പൊളിച്ചിട്ടേക്കുക, എല്ലാം വന്ന് കംപ്ലീറ്റ് ഇല്ലാത്ത ഒരു അവിടെ അടി കൂടെ പോകുന്ന ടണലിനേക്കാളും വലിയൊരു ഓട നിർമ്മിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നെ വ്യക്തിപരമായി എന്നെ തകർക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും അവർ ഗവൺമെൻറ് മിഷനറി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഞാനൊരു സത്യം പറഞ്ഞു, ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ പേരിൽ ഹരാസ് ചെയ്ത് പുറകോട്ടാക്കുക. മാണിസാർ പല രീതിയിലും അവരെന്നെ സ്വാധീനിക്കാൻ നോക്കി. ഞാൻ അന്നും സ്വാധീനത്തിന് വഴങ്ങിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 3 കാര്യങ്ങളാണ് ഇപ്പം ജനങ്ങൾക്ക് ഏറ്റെടുത്ത് പറയുന്നത്. ഒന്ന്, മാണിസാറിൻ്റെ സത്യം പറഞ്ഞു, അതിലൊരിക്കലും ഞാൻ പുറകോട്ട് പോവില്ല. ബാബുവിൻ്റെ കാര്യം പറഞ്ഞു, അത് നടന്ന കാര്യമാണ്, ഞാൻ കൊണ്ടുപോയി കൊടുത്ത് ശരിയാണ്, അതിൽ ഞാൻ പുറകോട്ട് പോവില്ല. അതുപോലെ ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണം അത് കൊലപാതകമാണെന്ന് ഞാൻ 6-7 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപവാസം വരെ ഇരുന്ന ആളാണ് ഞാൻ. ഈ സ്വാമിജിയുടെ മരണം പുറത്തു കൊണ്ടുവരണമെന്ന് അതിൻ്റെയും സത്യം വെളിച്ചം പുറത്തു വരുന്നവരെ ഞാൻ അതിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കും. എന്നായാലും അതിൻ്റെ ഇതെല്ലാം സത്യങ്ങൾ തെളിയും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ശ്രീ ഡോക്ടർ ബിജു രമേശ്, ഏറ്റവും അവസാനമായി ഇപ്പോൾ ശ്രീ PM സുരേഷ് ബാബു ഒക്കെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു താല്പര്യമാണ് ഈ ചർച്ച ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരുപക്ഷെ ഈ പറഞ്ഞ 3 കാര്യങ്ങളും അവിചാരിതമായിട്ടാണെങ്കിൽ താങ്കളെ ചർച്ചയ്ക്ക് വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചോദ്യങ്ങൾ ചോദിച്ച ഒരു ഉത്തരവാദിത്തം എനിക്ക് കൂടി ഉണ്ടായിട്ടുണ്ട്. പീപ്പിളിന് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ അവസാന ഘട്ടത്തിൽ ഇത് വലിയ ഫലങ്ങൾ അതിനുണ്ടാകുമ്പോൾ മറ്റു ചിലരും അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അതിൽ താങ്കളെ കൂടെ ഇരുത്തിക്കൊണ്ട് ഞാൻ സാക്ഷ്യപത്രം ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഞാനുമായി ഈ ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്നത്?
സത്യത്തിൽ ഒരു ഗൂഢാലോചനയില്ലായിരുന്നു. ഞാൻ മനോരമ ചാനൽ സംസാരിക്കുമ്പോൾ ഷാനിയാണ് എന്നോട് ഈ മദ്യനയത്തെക്കുറിച്ച് ചോദിക്കുകയും എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരം ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തപ്പോൾ അന്നും ഞാൻ പൈസ 1 കോടി രൂപ കൊടുത്ത കാര്യമേ പറഞ്ഞുള്ളൂ. അത് 5 കോടി ചോദിച്ചു, 1 കോടി കൊടുത്തു. അത് അന്നത്തെ ക്യാബിനറ്റിൽ മാറ്റി വെച്ച മന്ത്രിക്കാണ് കൊടുത്തതെന്നേ പറഞ്ഞുള്ളൂ. അപ്പോഴും ഷാനി ആ മന്ത്രിയുടെ പേര് പറഞ്ഞെങ്കിൽ ഞാൻ വെളിപ്പെടുത്താൻ പറയാൻ തയ്യാറായില്ല. അത് ആ ചാനൽ കഴിഞ്ഞ് നേരെ ഞാൻ അടുത്ത ചർച്ചയ്ക്ക് കയറുന്നത് പീപ്പിളിലായിരുന്നു. പക്ഷേ പീപ്പിൾ വന്നപ്പോഴായിരുന്നു ഞാൻ ആ പേര് തുറന്നങ്ങ് പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഷാനി ആ പേര് ഗസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു മനോരമയിൽ. പക്ഷേ തുടർന്നുള്ള അതുമായി ബന്ധപ്പെട്ട മറ്റ് ട്രാൻസാക്ഷനുകളുടെ ഡീറ്റെയിലുകൾ, പൂർണ്ണ വിവരങ്ങൾ, ആ അഴിമതിയുമായിട്ടുള്ളായിരുന്ന കംപ്ലീറ്റ് രണ്ടാമത് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പറഞ്ഞു പോകുന്ന മൊത്തം വിവരങ്ങളും വെളിപ്പെടുത്തിയത് പീപ്പിൾ ചാനൽ. ഇവിടെ വന്ന് രണ്ടാമത് ചർച്ച, മറ്റൊരു ചർച്ച അരമണിക്കൂർ കൊണ്ട് തീർന്നു. ഇവിടെ ചർച്ചയിൽ അത് വരുമ്പോഴായിരുന്നു അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ തുറന്നു പറഞ്ഞു. ഞാൻ ലാലുമായി യാതൊരു കാര്യങ്ങളോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ ചർച്ചയുടെ തുടർന്നുള്ള കണ്ടിന്യൂവേഷൻ ഭാഗമാണ് ഇവിടെ വന്നപ്പോൾ ചർച്ചയിൽ വന്നത്. ആ വിവരത്തിലാണ് ഞാൻ പറഞ്ഞത്, ഞാൻ KM മാണി സാറിന് 1 കോടി രൂപ 5 കോടി ചോദിച്ചു, അസോസിയേഷൻ 1 കോടി കൊടുത്തു എന്നുള്ള പേര് എൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് ഞാൻ സമ്മതിച്ചുകൊണ്ട് പറയുന്നത് പീപ്പിൾ ചാനലിലൂടെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഈ ചർച്ച മനഃപൂർവ്വം കൊണ്ടുവരുന്നതല്ല. ചർച്ച നടന്നില്ലെങ്കിലും ഈ സംഭവങ്ങൾ ഡോക്ടർ ബിജു രമേശ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹം ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഉറക്കം കുറയുക തന്നെ ചെയ്യുകയാണ് ഉണ്ടാകുക എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ബിജു രമേശ്, ഒപ്പം തന്നെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് ഉദയഭാനു, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ.